ഹായ് ഫ്രണ്ട്സ്, അതുപോലെ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് സമയമായി. നമുക്കിന്ന് ആരംഭത്തിൽ ചില കാര്യം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഒരു കാര്യം ഏതാണോ ചെയ്യുന്നത്, ഇപ്പോൾ കേന്ദ്രീയശ്വാസങ്ങളാണെങ്കിൽ ഒരു പാട്ട് പാടുന്നത് ട്രാക്കിലൊന്ന് പാടി എന്ത് ചെയ്യണം, ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അതുപോലെ ജയറാമാണെങ്കിലും നമുക്ക് അവതരിപ്പിക്കുന്നത് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് രണ്ട് വട്ടം എന്ത് ചെയ്യും, ഒന്ന് രണ്ട് കാര്യങ്ങൾ അസ്യൂം ചെയ്ത ഒരു ചെറിയ പ്രാക്ടീസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ പിന്നെ ഒരു അധ്യാപകനാണെങ്കിലും ഒരു കെമിസ്ട്രി ലാബിലോ ഫിസിക്സ് ലാബിലോ പോകുന്നതിനൊക്കെ തന്നെത്താനെ ഒരു ലാബിൽ പോയിട്ട് ആദ്യം എക്സ്പെരിമെന്റ് എന്ത് ചെയ്യും, പിള്ളേരുടെ ക്ലാസ് എടുക്കുന്ന പിന്നെ ആദ്യം ആ പറയപ്പെടുന്ന പിന്നെ കെമിക്കൽസ് അല്ലെങ്കിൽ ആ ഇത് റീഡിങ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, മറ്റ് സജ്ജീകരണങ്ങൾ ചെയ്യും അല്ലേ. ഇപ്പൊ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ആ പോളിംഗ് ഓഫീസർ തലേദിവസം അല്ലെങ്കിൽ തലേദിവസം എത്തിയിട്ട് എന്ത് ചെയ്യും, അതിന് മുമ്പേ ആ പിന്നെ വോട്ടിംഗ് സാമഗ്രികളും പിന്നെ അതുപോലെ കെട്ടിടങ്ങളും അതൊക്കെ എന്ത് ചെയ്യും, ഒന്ന് പ്രിപ്പയർ ചെയ്യും അല്ലേ. അതുപോലെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ആ വീടും മറ്റു കാര്യങ്ങളും വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങളും, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ട്രെയിനിൽ നമ്മൾ കയറുന്നല്ല, കഴിയുന്നിടത്തോളം ഈ ചടപടാന്ന് പറഞ്ഞ് നിൽക്കാതെ ട്രെയിൻ പുറപ്പെടുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് പോയി കഴിഞ്ഞാൽ സീറ്റൊക്കെ പിടിച്ച്, റിസർവേഷൻ ആണെങ്കിൽ സീറ്റൊക്കെ പിടിച്ച് ഒരു കാലൊക്കെ നീട്ടിയിരുന്നു. ഹലോ എടേ ഞാൻ കയറി കേട്ടാ, മോനെ കയറിയിടാ കേട്ടാ, ഹായ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ രാജേഷ് ഞാൻ കയറി കേട്ടോ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ, ട്രെയിൻ പുറപ്പെടാൻ 5 മിനിറ്റ് കൂടെ ഉള്ളൂ, ഒന്ന് പറഞ്ഞിട്ടിരിക്കും ഒരു സമാധാനമായിട്ട്. ഇപ്പൊ 10 മണിക്കാണ് എക്സാമിനേഷൻ എങ്കിൽ നമ്മൾ 10:30ക്കാണോ പരീക്ഷ ഉള്ളത്. അപ്പൊ അതിനൊരു പങ്ക്ച്വാലിറ്റി ഉണ്ടല്ലേ. ഒരു ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓഫീസിൽ 9:30ക്കാണ് വരേണ്ടത് അല്ലേ. അപ്പൊ വന്നത് 9:40 നിരന്തരം ഒരു പല്ലവിയാണെങ്കിലും അപ്പൊ അതിനൊരു പങ്ക്ച്വാലിറ്റി ഉണ്ടല്ലേ. അതുപോലെ നമ്മളൊരു ലൈവ് ചെയ്യുമ്പോൾ, നമ്മൾ യൂട്യൂബിൽ ഒരു ലൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കണം അല്ലെ, സിസ്റ്റമാറ്റിക്കായിട്ട് അവതരിപ്പിക്കണം. അതിനുമുമ്പേ മറ്റ് യൂട്യൂബേഴ്സ് ഒക്കെ എന്താണ് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത്, ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് അല്ലെ. ഒരു കോടതിയിലെ ഒരു ജഡ്ജിയാണെങ്കിലും ഈ ദിലീപിന്റെ കേസിലെ വിധിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സാധാരണ വിധി ഇപ്പൊ സുപ്രീം കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും ഒരു വിധി പറയുന്നതിന് ആദ്യം ജഡ്ജി എന്ത് ചെയ്യും, ഇരു ഭാഗത്തെയും വാദം കേൾക്കും. ജഡ്ജി അവിടെ ഒന്നും അധികം മിണ്ടത്തില്ല, ആദ്യം എന്ത് ചെയ്യും, ലെറ്റ് ദം സ്പീക്ക് എന്നുള്ള രണ്ടുപേരുടെ വാദവും 8-9 വർഷം ജഡ്ജിക്ക് ഇഷ്ടമുള്ള സമയം. ഞാൻ കീഴ്ക്കോടതിയുടെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പൊ സുപ്രീം കോടതി എടുത്തിരുന്നാലും ആദ്യം കുറെ വർഷം ആ ജഡ്ജി എന്ത് ചെയ്യും, നന്നായിട്ട് ആ കേസ് 2 ഭാഗവും കേട്ട് പിന്നെ നന്നായിട്ട് വിലയിരുത്തി കമ്പ്യൂട്ടറിലൊക്കെ നോട്ട്. ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ സുപ്രീം കോടതിയിലെ കാര്യങ്ങളൊക്കെ ലൈവായിട്ട്, കീഴ്ക്കോടതി എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സുപ്രീം കോടതി ലൈവ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും നല്ല ശരിക്കും ഓപ്പൺ ആയിട്ട് അത് കാണിക്കണമെന്നാണ് അവരുടെ നിലപാട്. മാത്രമല്ല ഞാൻ LLB കഴിഞ്ഞതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പൗരനാണെങ്കിലും സാധാരണ ഒരു പൗരന് സുപ്രീം കോടതി, അതായത് ഭരണഘടനാ ലംഘനമോ അല്ലെങ്കിൽ പൗരന്റെ മൗലികാവകാശ ലംഘനം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഡയറക്റ്റായിട്ട് പുള്ളിങ് ഡൗൺ സുപ്രീം കോടതിയിലേക്ക് ഡയറക്റ്റായിട്ട് സമീപിക്കാന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 32 പ്രകാരം ഒരാൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. ഇനി സുപ്രീം കോടതി പോകാൻ പറ്റിയില്ലെങ്കിൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം. മനസ്സിലായില്ലേ, ഒരു ഭരണഘടനാ ലംഘനം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളുടെ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണ്, അവിടെ നമുക്ക് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹർജി ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ മണ്ടമസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹർജി നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ ചെയ്യാം. ഏതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരാളിന്റെ ജോലി അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ജോലി കറക്റ്റായി ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് മണ്ടമസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹർജി എന്ത് ചെയ്യാം, ഹൈക്കോടതി ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ പിന്നെ സെർഷിയോറാണ് പ്രൊഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കീഴ്ക്കോടതി മൂന്നാമത്തെ ഹർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഹിബിഷൻ. അതായത് ഒരു കീഴ്ക്കോടതി തെറ്റായ വിധി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധികാരത്തിന് പുറത്തു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അധികാരത്തിന് എബോവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്, മേൽക്കോടതികൾക്കുണ്ട്. അതായത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കീഴ്ക്കോടതികളെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്. അതായത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇങ്ങനെയുള്ള പിന്നെ മേൽക്കോടതികളെ പിന്നെ കീഴ്ക്കോടതികളെ ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലെ. എന്ന് മാത്രമല്ല ഇപ്പൊ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യാം, കീഴ്ക്കോടതികളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയോട്, അതുപോലെ തന്നെ മറ്റു കീഴ്ക്കോടതികളോടും എന്ത് ചെയ്യാം, പല കാര്യങ്ങളും ആവശ്യപ്പെടും. അപ്പൊ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും കീഴ്ക്കോടതികളുടെ മേലെ ഒരു അധികാരമുണ്ട്, മനസ്സിലാവുന്നത്. കോടതി കാർഡർ ലിബർട്ടി എന്ന് കഴിഞ്ഞാൽ അവരുടെ അധികാരം കുറച്ചുകൂടെ വലുതാണ്, കീഴ്ക്കോടതി പോലെയല്ല. അപ്പൊ നമ്മള് പിന്നെ ആർട്ടിക്കിൾ 226 വെച്ച് വായിക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് അതുപോലെ തന്നെ റിട്ട് കേൾക്കാനുള്ള, അല്ലെങ്കിൽ റിട്ട് ഹർജി സ്വീകരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇത് ഭരണഘടന നൽകുന്നുണ്ട് അല്ലെ. BR അംബേദ്കർ എഴുതിയ ഭരണഘടന നൽകുന്നുണ്ട്.
കുറച്ചും കൂടെ അടുത്ത ഒരു പടിയും കൂടെ കടക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഹൈക്കോടതിയെക്കാളും കുറച്ചും കൂടെ അധികാരം കൂടുതലും എന്ന് മാത്രമല്ല SLP സ്പെഷ്യൽ ലീവ് പെറ്റീഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് സുപ്രീം കോടതിക്കാണ് കൂടുതലുള്ളത്. കാരണം സുപ്രീം കോടതിക്ക് മാത്രമാണ് നമുക്ക് പറയുന്ന ഒരു സുപ്രീം കോടതിക്ക് പറയുന്ന മറ്റൊരു പേരാണ് കോർട്ട് ഓഫ് റിക്കാർഡ്സ് എന്ന് പറയും. റിക്കാർഡുകളുടെ കോടതി എന്നുള്ളതാണ് എന്താണ് സുപ്രീം കോടതി സാധാരണയായിട്ട് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത് എന്താണ് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സുപ്രീം കോടതിയിൽ കോർട്ട് ഓഫ് റിക്കാർഡ്സ് എന്ന് പറയുന്നത് മനസ്സിലായില്ല, ROC എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ ഒരാൾ അഡ്വക്കേറ്റ് ആവണമെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതി സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് ആവണമെങ്കിൽ അവിടുത്തെ ഒരു കോർട്ട് പരീക്ഷ പാസ്സാവണം. സാധാരണ LLBയും ഇവിടുത്തെ സന്നദ്ധം മാത്രം പോരാ, സുപ്രീം കോടതിയിൽ പ്രത്യേകിച്ച് ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ നല്ല കാടുകട്ടി പരീക്ഷയായിരിക്കും. ആ പരീക്ഷയൊക്കെ പാസ്സായി അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ സുപ്രീം കോടതിയിൽ വക്കീലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ഹൈക്കോടതിയുടെക്കാളും കുറച്ചുകൂടെ നല്ല അധികാരവും നല്ല ഭരണഘടനയും ഒരു ഇന്ത്യ മുഴുവൻ, അതായത് ഒരു രാജ്യം മുഴുവനുള്ള ഒരു അധികാരം, ഒരു പരമാധികാരം എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഞാൻ പരമാധികാരം എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ ക്രിയേറ്റർ എന്നുള്ള അർത്ഥത്തിലല്ല, അതായത് ജുഡീഷ്യറിയുടെ ഏറ്റവും അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത് എന്താണ് സുപ്രീം കോടതിയാണ്. മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിമർശിക്കാനും അതുപോലെ തന്നെ അവരുടെ കീഴ്ക്കോടതി ഉത്തരവിനൊക്കെ ക്യാൻസൽ ചെയ്യുവാനും അതുപോലെ തന്നെ കീഴ്ക്കോടതിയിലെ ജഡ്ജിമാരൊന്നും കറക്റ്റ് അല്ലെങ്കിൽ അവരെയൊക്കെ ഇത്തിരി വഴക്ക് പറയാനും പിന്നെ ശാസിക്കാനൊക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്, സുപ്രീം കോടതി ജഡ്ജിക്കുണ്ട്. എന്ന് മാത്രമല്ല സുപ്രീം കോടതിയുടെ തന്നെ പിന്നെ എന്താണ് CJI, അതായത് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയും. അതിപ്പോ നമ്മുടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകാന്ത് മനസ്സിലായി. അപ്പം ഇതാണ് അതിന്റെ ഹയറാർക്കി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ജഡ്ജ്മെന്റ്, അപ്പൊ ഇന്ത്യയിലെ പൗരന്മാർക്ക് പല അവകാശങ്ങളുണ്ട് അല്ലെ, ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്തുകൊണ്ട് പലതരം അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു നേഷനാണ് അല്ലെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേശമാണ്, വളരെ നല്ലൊരു ദേശമാണ്. അപ്പൊ ആ ഒരു കോടതി എന്നുള്ള വിഷയത്തിലേക്ക് ഇപ്പൊ കീഴ്ക്കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കീഴ്ക്കോടതിയുടെ അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അത്രയൊന്നും ഇല്ല. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. അപ്പൊ അതുപോലെ നമ്മളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മറ്റ് യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ നോക്കി നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് ധ്യാനിച്ച് ഒന്ന് ശ്വസിച്ച് മനസ്സിലായില്ലേ, ആ ഒരു കൃത്യസമയമാകുമ്പോഴത്തേക്കും നമുക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ തെളിവ് സഹിതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് നമുക്കെന്താണ് പിന്നെ തെറ്റായ ആശയങ്ങൾ എതിർക്കാൻ വ്യക്തികളെ നമ്മൾ സ്നേഹിക്കുന്നു, പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി നമ്മൾ എന്താണ് പിന്നെ തെളിവ് സഹിതം സ്നേഹത്തോടു കൂടി നമുക്കെന്താണ് ഫോർബദറിക്കാൻ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സമാധാനപരമായിട്ട് അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ പറയാനുള്ള സ്വാതന്ത്ര്യം. എന്ന് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട് അല്ലെ, ആളുകൾ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ ക്രൈസിസിന്റെ വൻകൃപയിൽ ആശ്രയിച്ച് ഫ്രീ കൃപയിൽ ആശ്രയിച്ച് അല്ലെങ്കിൽ ഫ്രീലി ആശ്രയിച്ച് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദിലീപിന്റെ ആ വിഷയത്തിന്റെ കണ്ടിന്യൂഷനാണ്, തുടർച്ചയാണ് കേട്ടോ. ഇതിപ്പോ എത്രാമത്തെ വീഡിയോ ആണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, 4ആണോ 5ആണോ എന്ന് അറിയത്തില്ല. ഇന്നലെയും കുറെ പറഞ്ഞു, പിന്നെ മനസ്സിലാവുന്നുണ്ടോ, പിന്നെ തിരുമല ജംഗ്ഷനിൽ വെച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, മനസ്സിലായില്ലേ. തീർച്ചയായിട്ടും ഇനിയും പറയും. ഇന്ന് ഞാൻ കേട്ട വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാൻ പറ്റും. ഒരു കാര്യം പ്രേക്ഷകരെന്ന് മനസ്സിലാക്കാം, 1980-ലെ 90-ലെ കാലഘട്ടം പോലെ അല്ല ഇന്ന് മനുഷ്യനായിരിക്കുന്നത്. കാരണം മനുഷ്യന്റെ കയ്യിൽ എല്ലാ ടെക്നോളജിയും സിസ്റ്റംസും മൊബൈലും ഒരു ഈവൻ ഡൽഹി നടക്കുന്ന ഒരു സംഭവം പോലും അമേരിക്കയിൽ നടക്കുന്ന സംഭവം പോലും ആ ഞൊടിയിടയിൽ നമുക്കൊരു ക്ലിക്കിൽ കൂടെ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പൊ മുസ്ലിം തീവ്രവാദമാണെങ്കിലും ഇസ്ലാം മത ഉടായ്പകളാണെങ്കിലും അതുപോലെ തന്നെ സനാതന ധർമ്മ ഉടായ്പകളാണെങ്കിലും ഏത് പിന്നെ സനാതനോ വിഷാദനോ എന്താണെങ്കിലും ശരിയല്ലോ, അവിടെ നടക്കുന്ന ലൈവ് ചകടകാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ടെത്തും. എന്ന് മാത്രമല്ല അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനും അതുപോലെ തന്നെ എന്താണ് പണ്ട് കളിക്കളത്തിൽ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ പെൻഡ്രൈവിലാക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. പണ്ട് സിനിമയുടെ ജയനൊക്കെ പണ്ട് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്തെ കുറിച്ചുള്ള ഒരു എന്താണ് പ്രവചനം പോലെയാണെന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. പണ്ട് ജയഭാരതിയൊക്കെ പറഞ്ഞ ഡയലോഗുകളൊക്കെ ആധുനിക കാലത്തുള്ള മനുഷ്യന് അതിനൊക്കെ കുറച്ച് കാര്യങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ വിഷയത്തിലേക്ക് വരാം. ദിലീപിന്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയാണ്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ദുർമോഹമാണ്. ദുർമോഹം എന്ന് പറഞ്ഞാൽ അപ്പൊ ബൈബിൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അല്ലെ, പാപം ഒഴിച്ചിട്ട് മരണത്തെ പ്രസവിക്കുന്നു. മരണം എത്ര തരമുണ്ട്, മാനസിക മരണമുണ്ട്, ശാരീരിക മരണമുണ്ട്, അതുപോലെ തന്നെ സ്പിരിച്വൽ ഡെത്ത് ഉണ്ട്. ചില ആളുകൾ ശാരീരികമായിട്ട് മരിക്കണമെന്നില്ല. അതായത് ചില ആളുകൾ പണ്ട് പറയത്തില്ലേ, പണ്ടത്തെ ചില കാരണവന്മാർ പറയും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്ന് പറയും. അതായത് എന്തിനടാ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും. അങ്ങനെ ഉള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡിപ്രഷനൊക്കെ മാറ്റി മര്യാദക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയത്തിന് വല്ലൊക്കെ തേച്ച് ഇങ്ങനെയുള്ള ചപ്പ ചോറും പാമ്പും തേളും തവളയൊക്കെ കളഞ്ഞിട്ട് ഡിപ്രഷനെ കളഞ്ഞിട്ട് ആ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അധികം നമ്മൾ ഊന്നൽ കൊടുക്കാതെ നല്ലൊരു വ്യക്തിയായി പൗരനായിട്ടും പൗരയായിട്ടും തീർന്ന് നല്ലൊരു
പിന്നെ സിറ്റിസണായി തീർന്ന് ഭാവി കാലം കൂടെ എനിക്കുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രൈസിസിന്റെ കൃപയിൽ ആശ്രയിച്ച് എന്താണ് ഫെയ്ത്ത്ഫുൾ ക്രിയേറ്ററിനും മനുഷ്യനും കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് കൂടി ജീവിക്കുന്നത് കുറച്ച് നല്ലതാണ്. അപ്പൊ ദിലീപിന്റെ വിഷയം എന്ന് വെച്ചാൽ ദുർമോഹമാണ്. കാരണം 1998 കാലഘട്ടം, ഞാനൊക്കെ മാർവാനി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം അല്ലെ, നിങ്ങളൊക്കെ കരുതുന്ന പോലെ ജഗദീശ്വരന്മാരൊക്കെ പഠിച്ച ആ കോളേജിലാണ് ഞാനും പഠിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് നിന്നാ പിടിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിലായിരുന്നു ഒരു വെള്ളി നക്ഷത്രം പോലെയോ ഏതൊരു മാസികയിൽ കൂടെ ഉടനെ കണ്ടു. ഞാനൊക്കെ അത് സൂക്ഷിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും കല്യാണം കഴിഞ്ഞിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരി, എവിടെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് മഞ്ജു വാര്യരും ദിലീപും അപ്പനെയും പാരന്റ്സിന്റെ ഒന്നും സമ്മതമില്ലാതെ എങ്ങനെ ഒളിച്ചു ചാടിയെന്നോ, സുരേഷ് ഗോപിയും ഷാജി കൈലാസും ഒക്കെ എന്തുണ്ട് ഹെൽപ്പ് ചെയ്തെന്നോ അങ്ങനെ ചെയ്തെന്നോ ഇങ്ങനെ എനിഹൗ എങ്ങനെ അവരുടെ വിവാഹം നടന്നു. പിന്നീട് മഞ്ജു വാര്യരുടെ അച്ഛൻ പറഞ്ഞു ഇതെന്റെ മകളല്ല പോലും അങ്ങനെയല്ല പോലും എന്നൊക്കെ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും അല്ലേ, നമ്മൾ അറിഞ്ഞൂടാ. അപ്പം ഏറെ വൈകിയാണെങ്കിലും പിന്നീട് മീനാക്ഷി ജനിക്കുന്നവരുടെ അങ്ങനെയുള്ള മനസ്സിലായില്ലേ, ആ ബന്ധത്തിന്റെ ഫലമായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, കുട്ടികളൊക്കെ ഉണ്ടായി. ചെറുമക്കളൊക്കെ കണ്ടപ്പോൾ അപ്പൂപ്പന്മാരുടെ മനസ്സൊക്കെ എന്ത് ചെയ്തു, അതുപോലെ തന്നെ പിന്നെ അമ്മൂമ്മമാരുടെ മനസ്സൊക്കെ അലിഞ്ഞ് കാണുമായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഏറെക്കാലം ഒരു പോട്ടെ എങ്ങനെയോ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അപ്പൊ എന്ത് ചെയ്യണം, ആ ജീവിതം എന്ത് ചെയ്യാൻ തുടരണോ അതോ മറ്റൊരു ഭാര്യയുടെ പുറകെ പോകണം? ഞാൻ പറയുന്നുണ്ട് വേറെ തോന്നല്ലേ, മനസ്സിലായില്ലേ? ആ ജീവിതം തുടരണോ അതോ മറ്റൊരു ഭാര്യയുടെ കൂടെ പോകണം? ഫോർ ബദനി ഹോൻകാൽപ്പെട്ടെ നല്ലൊരു കുടുംബജീവിതമല്ല ദിലീപിന് കിട്ടിയത്. മനസ്സിലായില്ലേ? ദിലീപിന് നല്ലൊരു കുടുംബജീവിതമാണ് കിട്ടിയത്. മഞ്ജു വാര്യരൊക്കെ എന്ന് വെച്ചാൽ 6ാം തമ്പുരാനിലും 7ാം തമ്പുരാനിലും ഏത് തമ്പുരാനാണെങ്കിലും ഉള്ള അത്യാവശ്യം നല്ല കലാകാരിയായിട്ടുള്ള ഒരു നല്ല ആദർശമുള്ള ഒരു ഭാര്യയായിരുന്നു. മനസ്സിലായില്ലേ? ഫോർ ബദനി ഹോൻകാൽപ്പെട്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരു മഞ്ജു വാര്യരെ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് തന്നെ ഭൂമിയിൽ വെച്ച് ചെയ്യാന്നുള്ള ഒരു മണ്ടത്തരമാണെന്നേ പറയുന്നത്. ഇത്ര മനോഹരവും ഇത്ര സ്നേഹമുള്ള, അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെ നാഗർകോവിലൊക്കെയാണ് മഞ്ജു വാര്യർ ജനിച്ചതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കൊച്ചിലെ മോളും അച്ഛനും ഒക്കെ ചേട്ടൻ ഇവിടെ സൈനിക സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്കും കാണാൻ ഞങ്ങളുടെ വരുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റാളുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ഈ ഇൻഫർമേഷനൊക്കെ എങ്ങനെ കിട്ടുമെന്നല്ലേ അതിനാണ് പറയുന്നത്. ആദ്യം നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ട് അത് ലിസൺ ചെയ്ത് നന്നായിട്ട് പഠിക്കണം. അപ്പൊ ഇതുപോലെ നമുക്ക് ഫ്ലോയിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്ത് നമുക്ക് ക്ലാസ് എടുക്കും പോലെ പറയാൻ പറ്റും. അപ്പൊ നാഗർകോവിലായിരുന്ന സമയത്ത് ചേട്ടനെ കാണാൻ മഞ്ജു വാര്യരുടെ അച്ഛനും മഞ്ജു വാര്യരും കൂടെ ഒക്കെ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മഞ്ജു വാര്യർ എന്ന് മാത്രമല്ല ഒരു കലാകാരിയായിരുന്നു. പുള്ളിക്കാരി സുരേഷ് ഗോപിയുടെ കൂടെ കളിയാട്ടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലുമായിട്ട് എന്തോ 6ാം തമ്പുരാനോ അങ്ങോട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു മനസ്സിലായില്ലേ, ഒരു കലാകാരിയല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഭാര്യയായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു കസേര ഇട്ടിട്ട് നമ്മളൊക്കെ താങ്ക്സ് പറഞ്ഞാലും മതിയാവാത്ത ഒരു സിറ്റുവേഷനാണ്. അത് തന്നെ ബോണസാണ്. അങ്ങനെ ഒരു കലാകാരി വിവാഹം കഴിക്കാൻ കഴിഞ്ഞത് തന്നെ. അപ്പം ക്രൈസിസ് അങ്ങനെ ഒരു കലാകാരി തന്നു അല്ലെ, അതിനായിട്ട് സെപ്പറേറ്റ് ഒരു സോളിൽ നിന്ന് കുറച്ച് നന്ദി പറഞ്ഞാലും, അതായത് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല എന്ന് പറയത്തില്ല, അതുപോലെ അത്ര അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാനുള്ളായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഒരു വീട്ടിൽ ഒരു സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐശ്വര്യമാണ്. മനസ്സിലായില്ലേ? പണ്ട് മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചാല് KJS പാടി പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ദുഃഖത്തിൻ മുള്ളുകൾ വിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ദുഃഖത്തിൻ മുള്ളുകൾ വിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു പുഷ്പങ്ങളാക്കുന്നു എന്ന് KJS പണ്ട് പാടിയിട്ടുണ്ടല്ലേ. അപ്പൊ ഒരു വീട്ടിൽ ഒരു ഭാര്യ, ഒരു ഐശ്വര്യവതിയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ, ഒരു സ്നേഹനിധിയായ ഭാര്യ ഉണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് നിധിയോ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ലോട്ടറിയൊന്നും അടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു നിധിനെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ഡൈവേഴ്സ് ചെയ്ത് ഉപേക്ഷിച്ചത്. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, നിങ്ങൾ ആരും പറഞ്ഞ് നിർബന്ധിച്ച് മ്യൂച്വലാക്കിയും അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയും ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ആ വ്യക്തിയെ എന്ത് ചെയ്ത് അവോയ്ഡ് ചെയ്താണ്. അത് ഒന്നാമത്തെ മണ്ടത്തരം. പിന്നെ നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി സിനിമാ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കും ജീവിക്കണ്ടേ, അവർക്കും ജീവിക്കണ്ടേ. അപ്പൊ അവരുടെ ബിസിനസ്സിനെയൊക്കെ നിങ്ങൾക്ക് മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ എല്ലാം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന ആ ഒരു നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. മറ്റുള്ള ആളുകൾക്ക് അഭിനയിക്കണ്ടേ. പിന്നെ നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾക്ക് നിങ്ങൾ അവസരം നിഷേധിക്കുകയും മറ്റുള്ള ആളുകളോട് പറഞ്ഞ് നിങ്ങൾ വേറെ രീതിയിൽ കൊണ്ടുവന്നാൽ അത് തീർച്ചയായിട്ടും നമുക്ക് യോജിക്കാൻ ഒക്കത്തില്ല. അത് എൻ്റെ ഒരു വിയോജിപ്പും പ്രതിഷേധവും കൂടെ എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തി. മനസ്സിലായി? ഞാൻ അങ്ങനെ ദിലീപിന്റെ ഫാനോ അങ്ങനെ പ്രത്യേകിച്ച് ഫാനോ ലൈറ്റോ ഗ്രൈൻഡറോ ഒന്നുമല്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. നിങ്ങൾക്ക് പിടിച്ചാലും ശരി പിടിച്ചില്ലെങ്കിലും ശരി. അപ്പൊ ദിലീപെ നിങ്ങൾ കാണിച്ചത് വളരെ ഇതായിപ്പോയി. ഉടായിപ്പായിപ്പോയി. മനസ്സിലായില്ലേ? പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പോട്ടെ, അങ്ങനെയും കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം നിങ്ങളെ ഷൂട്ടിങ്ങിനോ എവിടെയൊക്കെ കുറച്ചു പേരം പോയപ്പോഴത്തേക്കും മഞ്ജു വാര്യർ നമ്മളെ സിനിമയിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കില്ല അതുപോലെ പറഞ്ഞു.
ഒരു ദിവസം മഞ്ജു വാര്യരെ എങ്ങനെയോ വീട്ടിനകത്തായിരുന്നപ്പം ദിലീപ് അവിടെ ഇല്ലായിരുന്നു. പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഇങ്ങനെ ആ ഫോണിനകത്ത് പിന്നെ ഒരു ഭാര്യ കാണാൻ ചെയ്യാൻ പറ്റാത്ത ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ദിലീപും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു, കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധത്തിൽ കാണാൻ പറ്റും. ഒരു കാര്യം കാവ്യയോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, കാവ്യയുടെ വിവാഹം 2009 അല്ലേ കാവ്യ? അപ്പൊ 2009 കാവ്യയുടെ വിവാഹത്തിന് ആരൊക്കെ വന്നു? കാവ്യ പല ആളുകൾ വന്നു അല്ലേ? ഊർമിള മോഹിനി വന്നു, ശോഭന വന്നു, അവര് വന്നു, ഇവര് വന്നു. അപ്പൊ എന്തുവായിരുന്നു, യുവദാസിനെ പോലെ ഗുരു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തതുപോലെ മഞ്ജു വാര്യർ വരെ നിങ്ങളുടെ കല്യാണത്തിന് വന്നു, നിങ്ങൾ അവർക്ക് പിന്നെ എന്താണ് ഒരു ആലിംഗനമൊക്കെ ചെയ്തു. അപ്പം ആ വ്യക്തിയുടെ ഭർത്താവിനെ തന്നെ നിങ്ങൾക്ക് അടിച്ചു മാറ്റിയില്ലെങ്കിൽ ഒരു ഉറക്കം വരില്ല അല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേറെ പണിയില്ലേ? എടേ, ഇയാളുടെ കല്യാണം ഒരു നല്ല ബാങ്ക് ഓഫീസറായിട്ട് അടിപൊളിയായിട്ട് നടന്നല്ലേ? ബദനിഹാൻ കാൽവട്ടി ഒരു ബാങ്ക് ഓഫീസറായിട്ട് നടന്നല്ലേ? സുഖമായിട്ടൊരു കുടുംബജീവിതം നയിച്ച് ഗൾഫിൽ പോയിട്ട് കുടുംബകാര്യങ്ങൾ നോക്കി ഭർത്താവ് പെർമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത എത്രയോ, അതായത് ഈ തീരെ വൾഗറായിട്ടല്ലാത്ത നല്ല നല്ല റോളുകളിൽ അഭിനയിച്ചൂടെ? കുടുംബപരമായിട്ടുള്ള എത്രയോ ഇത് കിട്ടും, അമ്മായിയമ്മയായിട്ട് അഭിനയിച്ചൂടെ? അല്ലെങ്കിൽ നായികയുടെ ചേച്ചിയായിട്ട് അഭിനയിച്ചൂടെ? അല്ലെങ്കിൽ നായിക പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് കൊണ്ടുപോടെ ലഡ്ഡു എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയാനായിട്ട് അഭിനയിച്ചൂടെ? ഒന്നുമില്ലെങ്കിൽ ഇടയുടെ ഈ സമയത്തിനും കാലത്തിനും കഴിഞ്ഞതിന്റെ ഫിസിക്സും കെമിസ്ട്രിയും പടിയിടായി എന്ന് പറയുന്ന ഒരു അമ്മയായിട്ട് അഭിനയിച്ചൂടെ? അല്ലെങ്കിൽ ഒരു പാട്ടുരംഗത്തില് പിന്നെ മകനെയും മകളെയും വഴക്ക് പറയുന്ന ഒരു അമ്മയായിട്ട് അഭിനയിച്ചൂടെ? അല്ലെങ്കിൽ ചേച്ചിയായിട്ട് അഭിനയിച്ചൂടെ? അങ്ങനെ എത്ര നല്ല അടിപൊളി ക്യാരക്ടർ റോളുകൾ എടുക്കുന്നു. KP ഉമർ തന്നെ അവസാന കാലഘട്ടത്തിൽ ബലാത്സംഗ റോളൊക്കെ മാറ്റി നല്ല ഒരു അച്ഛനായിട്ടോ അമ്മായിയപ്പനായിട്ടൊക്കെയാണ് ഇത് ചെയ്തത്, അഭിനയിച്ചത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പിന്നെ എന്താണ് KP ഉമർ തന്നെ പിന്നെ ആഷാഢ മാസം അങ്ങനെ ഏതൊരു ഇതില് പിന്നെ അങ്ങനെ ഏതൊരു സിനിമയില് പുള്ളിക്കാരൻ എന്റെ അതിലെന്റെ മോഹങ്ങൾ ആ ഒരു പാട്ടിലൊക്കെ KP ഉമറിനൊക്കെ നല്ലൊരു അച്ഛന്റെ റോളും ഒരു ക്യാരക്ടർ റോളും വരും. അതായത് ഈ പാട്ടാണ്, അതായത് എന്താണ് സുവർണ അക്ഷരം. അപ്പൊ അതിൽ പറഞ്ഞതിനോട് ആ വരികളെ നമുക്ക് വേണമെങ്കിൽ മാറ്റി പാടാം. ഞാൻ വേറെ രീതിയിലാണ് പാടുന്നത്, മനസ്സിലായില്ലേ? പിന്നെ പറഞ്ഞുതരാം, പാരഡി ആയിട്ട് പാടിത്തരാം. അതിലെന്റെ മോഹങ്ങൾ അങ്ങനെയൊക്കെ പോകും. അപ്പൊ അങ്ങനെ KP ഉമറൊക്കെ അവസാനം നല്ല റോളുകളൊക്കെ അഭിനയിച്ചില്ലേ? അതുപോലെ കാവ്യമാധവൻ അങ്ങനെ ഒരു ദുർമോഹമൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇതല്ലാതെ മനസ്സിനെ വേറെ രീതിയിൽ ഇത്തിരി പടം വരപ്പിലേക്കോ പാട്ടിലേക്കോ നല്ല റോളിൽ ഭർത്താവിന്റെ പെർമിഷനോട് കൂടി നാട്ടിൽ വന്ന് ഇങ്ങനെ നാറാതെ കിടന്ന് അഭിനയിച്ചുകൂടായിരുന്നു. കല്യാണത്തിന് വന്ന കൂട്ടുകാരിയുടെ ഭർത്താവിനെ തന്നെ ഇയാൾക്ക് വേണമായിരുന്നു, വേറെ ആരെയും കിട്ടിയില്ലേ? ആ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിൽ പോവാം. അവിടെ തന്നെ റെയിൽവേ ട്രാക്ക് തെറ്റിയതുപോലെ പാളം തെറ്റിക്കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? കാവ്യ മാധവനോ ദിലീപിനോട് പിന്നെ മനസ്സിലായില്ലേ, പിന്നെ ഒരു സഹോദരനെ പോലെ പറയണം. ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നോണ്ടായിരിക്കണം പറയുന്നത് എന്താണ്, ചേട്ടാ തലയിൽ കാഷ്ടമുണ്ട്, ഇങ്ങനെ നിങ്ങൾ പിന്നെ മോന്റെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ടതുകൊണ്ട് രക്ഷ. പക്ഷെ കല്യാണ ഹാളിൽ നിങ്ങൾ ചെന്ന് മോന്റെയും മരുമോളെയും മറ്റേ എന്താണ് മണ്ഡപത്തിൽ ഇങ്ങനെ ചുറ്റിക്കാൻ വേണ്ടി നിങ്ങൾ നടക്കത്തില്ല. ആളുകൾ ചിലപ്പോൾ പലതും എന്ത് പറയും. മര്യാദയ്ക്ക് താല്പര്യമാണെങ്കിൽ ആ കാർത്തി മണ്ഡപത്തിൽ ഇത്തിരി പൈപ്പുണ്ട് ചേട്ടൻ, പോയി ആരും ഇപ്പൊ ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, പോയി കഴിയും. അപ്പൊ സ്നേഹമുള്ളെങ്കിൽ എന്ത് ചെയ്യും, ആ വ്യക്തിയെ രക്ഷിക്കാനും ആ വ്യക്തിയെ പരിചരിക്കാനും ഒക്കെ എന്ത് ചെയ്യും, നമ്മള് പുള്ളിക്കണം ശ്രമിക്കാറുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് പിന്നെ കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവുമായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അത് ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എന്താണ് പിന്നെ ദിലീപിന്റെ പിന്നെ ചില ഈഗോസ്, അതുപോലെ തന്നെ എന്താണ് അന്യന്റെ ഭാര്യയെ ആയിട്ടുള്ള ചില അവിഹിത ബന്ധം, മെസ്സേജ് അയപ്പം മറ്റു കാര്യങ്ങൾ, അതൊക്കെ എന്ത് ചെയ്തു, പിന്നെ മഞ്ജു വാര്യർ പിടിക്കുകയും പിന്നീട് അത് ചോദ്യം ചെയ്യുകയും പിന്നീട് എന്ത് ചെയ്തു, പിന്നെ അതിനുശേഷം പല ആളുകളുടെ, അതായത് തന്റെ ഫ്രണ്ട്സുമായിട്ട് കാവ്യയുടെ വീട്ടിലൊക്കെ പോയപ്പോഴത്തേക്കും പിന്നെ പിന്നീട് എന്താണ് അതിജീവിത വീട്ടിൽ പോയപ്പോൾ അതിജീവിതയുടെ അച്ഛൻ പറഞ്ഞതിനനുസരിച്ച് എന്ത് ചെയ്തു, അത് പിന്നീട് എന്താണ് താല്പര്യമില്ലെങ്കിൽ പോലും ഒരാളിനെ രക്ഷിക്കാൻ വേണ്ടി അതിജീവിതം എന്ത് ചെയ്തു, ഈ മഞ്ജു വാര്യരോടൊപ്പം അത് പറയുന്നു. പുള്ളിങ് പിന്നീട് അതിനുശേഷം പിന്നെ ദുബായിലോ എവിടെ പോയപ്പോഴത്തേക്കും വിമാനത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഏതോ ബസ്സിലൊക്കെ പോയപ്പോഴത്തേക്കും പിന്നെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. പിന്നെ ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ, അതായത് മഞ്ജു വാര്യരെ പിന്നെ ഒരു തെറ്റായ കാര്യം പറഞ്ഞ് ബോധിപ്പിച്ച്, അതായത് എനിക്ക് ഇല്ലീഗൽ റിലേഷൻ ഇല്ലെന്ന് പിന്നെ വ്യാജം പറഞ്ഞ് മഞ്ജു വാര്യരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചൊക്കെ സിനിമ ചെയ്യാം, അതായത് നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടാവുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. അപ്പൊ ഇതൊക്കെ പിന്നീട് എന്ത് ചെയ്തു, കോടതിയിൽ മൊഴിയായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും രേഖപ്പെടുത്താൻ ആർക്ക് പറ്റിയില്ല, കോടതിക്ക് പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല 28 സാക്ഷികളാണ് എന്ത് ചെയ്തത്, കൂറുമാറിയത്. മനസ്സിലായില്ലേ? 28 സാക്ഷികളാണ് കൂറുമാറിയത്.
അപ്പൊ 1-2 സാക്ഷികളല്ല 28 സാക്ഷികളാണ് കൂറുമാറിയത്. ബിന്ദു പണിക്കർ, സിദ്ദിഖ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ് റിമി ടോമി, അപ്പൊ അങ്ങനെയുള്ള നാദിർഷ, ഭാമ എന്ന് പറയുന്ന പല ആളുകൾ എന്ത് ചെയ്തു കൂറുമാറുവാൻ കൊണ്ട് ഇടയിൽ. അപ്പൊ അതിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൂറുമാറ്റം നടക്കാനുണ്ടായി, മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല പിന്നീട് പല കാര്യങ്ങളും പിന്നെ അതായത് ഒരു കോൺട്രാവേഴ്സി എന്ന് പറയുന്ന പോലെ തന്നെ മാത്രമല്ല, ഇപ്പൊ നമ്മളൊക്കെ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു കല്ലല്ലേ, ഒരു കല്ല് നമ്മൾ എറിയുന്നുവെങ്കിൽ ആ കല്ലിന്റെ പിന്നിൽ എന്ത് ചെയ്യും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടല്ലേ. ഇപ്പം ചില ആളുകൾ അതിനകത്തല്ലേ പോറ്റിയെ കയറ്റിയ ആ മാസത്തിൽ ഞാനും ഒരു പാരറ്റ് എഴുതുന്ന ആളാണ് കേട്ടോ. പിന്നെ നമ്മളൊക്കെ ചെറിയ ആളായതുകൊണ്ട് അറിയത്തില്ല. ഈ ബിഗ് ക്യാച്ചിനെ മാത്രമേ ആളുകൾക്ക് അറിയത്തുള്ളൂ, മനസ്സിലായി? അപ്പൊ ആ പാട്ട് തീർച്ചയായിട്ടും പിണറായി വിജയൻ യോജിച്ചതാണ്, പറ്റിയ പാട്ടാണ്, പോറ്റിയാണെങ്കിൽ കയറ്റിയാണെങ്കിൽ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ എന്ത് ചെയ്യുന്നു. അപ്പൊ ദിലീപിന്റെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ കാവ്യമാധവനോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ മര്യാദയ്ക്ക് കുടുംബം പിന്നെ ജീവിച്ചു പോകാമായിരുന്നു. ആ കുടുംബത്തെ തകർത്തതിൽ ഒരു പിന്നെ റിലേഷൻ അല്ലെങ്കിൽ ഒരു പങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാവ്യമാധവനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിൻ്റെ സ്നോഹോൾസ് അങ്ങനെ കോടതിയുടെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്ത് 28 സാക്ഷികൾ കൂറുമാറി. പിന്നെ അതുപോലെ തന്നെ അതിജീവിത പറഞ്ഞതായിട്ടുള്ള പല വാദങ്ങളും അവിടെ കോടതി ഇതുപോലേക്ക് എടുത്തില്ല. എന്ന് മാത്രമല്ല തന്നെ ദിലീപ് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും എന്ത് ചെയ്തു കോടതിയിൽ അതിജീവിത പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളൊന്നും കോടതി മുഖവിലേക്ക് എടുത്തില്ലെന്ന് വേണം കണക്കാക്കാൻ. എന്താണ് നടന്നതെന്ന് അറിഞ്ഞില്ല. അപ്പൊ അതൊന്നും അതിനെ ബേസ് ചെയ്തൊന്നും പുള്ളിക്കാരി പിന്നെ റിയാക്ട് ചെയ്തിട്ട് കണ്ടില്ല. ഫോർബിഡൻ ഈവൻ കാൾഡ് ലിബർട്ടി, മനസ്സിലായില്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ അതുപോലെ തന്നെ പോലീസുകാരുടെ ഭാഗത്ത് തെറ്റുണ്ട്. പ്രോസിക്യൂഷൻ കൃത്യസമയത്ത് ഹാജരാക്കേണ്ട കാര്യങ്ങൾ ഹാജരാക്കി ഒരു നീതിബോധത്തോടെ ഇരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരത്തില്ലായിരുന്നു, മനസ്സിലായില്ലേ? പ്രോസിക്യൂഷൻ കൃത്യസമയത്തൊന്നും ഹാജരാക്കേണ്ട ജോലി ഇതല്ലേ? എടേ പോലീസുകാരെ, നിങ്ങളൊക്കെ സർക്കാരിന്റെ ക്യാഷൊക്കെ മേടിച്ച് ജീവിക്കുന്നില്ലേ? ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഒരല്പമെങ്കിലും ഉളുപ്പെന്ന് പറയുന്ന സാധനം 7 ഏലത്തോടെ വേണ്ടേ? മനസ്സിലായില്ലേ? ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ 2024 ഒരു ജൂൺ മാസം 20-ാം തീയതി കണ്ട ഒരു CCTV-യിൽ ഒരു ഗർഭിണിയായ സ്ത്രീയെ അടിക്കാൻ കാണിച്ച ഒരു വിരുദ് ഈ കേസ് തെളിയിക്കാൻ കാണിക്കുന്നതാണ്. ജനങ്ങളുടെ ഷൂസും അതുപോലെ തന്നെ ജനങ്ങളുടെ ടാക്സ് എടുത്താണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ പൊതുജനങ്ങൾക്ക് ചോദിക്കാൻ എന്താ അധികാരം ചോദിക്കാം അല്ലേ? പൊതുജനങ്ങളുടെ ടാക്സ് ഉണ്ടല്ലോ ജീവിക്കുന്നത്. പൊതുജനങ്ങൾ തന്ന വോട്ട് കൊണ്ടല്ലേ നിങ്ങൾ ഗവൺമെന്റ് ആയത്. ആ പൊതുജനങ്ങൾ തന്ന വോട്ട് കൊണ്ട് ഗവൺമെന്റ് രൂപീകരിച്ച ആ പൊതുജനങ്ങളുടെ പോലീസ്, മനസ്സിലായില്ലേ? പൊതുജനങ്ങളുടെ കൂടെ അവകാശമാണ്, മനസ്സിലായില്ലേ? അപ്പൊ പബ്ലിക് സർവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. പൊതുജനങ്ങളുടെ നികുതി, പൊതുജനങ്ങളുടെ വോട്ട്, അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ പിന്നെ സഹായം പ്രാപിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്. ഈ സർക്കാരാണെങ്കിലും അതായത് ഏകദേശം പിന്നെ 10 ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ബാക്കി പിന്നെ 5,35,00,000 സാധാരണക്കാരാണ്. അപ്പൊ സാധാരണക്കാര് സമൂഹത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ പോലീസുകാരുടെ ഈ ഭാഗത്തുള്ള വീഴ്ചയാണ് മറ്റൊരു കാര്യം. എടാ പോലീസുകാരെ അല്പമെങ്കിലും ഉളുപ്പുണ്ട്. എടാ അല്പമെങ്കിലും പിന്നെ ഉപദ്രവിക്കപ്പെടുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കണമോ അതോ വേട്ടക്കാരന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, മനസ്സിലായില്ലേ? പിന്നെ കോടതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിക്ക് ഈ തന്റെ മുമ്പിൽ ഹാജരാക്കിയ തെളിവ് വെച്ച് മാത്രമേ കോടതിക്ക് എന്ത് ചെയ്യുള്ളൂ ഒരു കാര്യം സമർത്ഥിക്കാനൊക്കെ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ കിട്ടിയ തെളിവ് എന്താണ്? ഈ അതിജീവിത പറഞ്ഞ മൊഴികളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, മനസ്സിലായില്ലേ? അതായത് അതിജീവിത പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദിലീപ് അവസാനം എന്ത് ചെയ്തു, ഒരു പ്രത്യേക ഘട്ടത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായി. അതായത് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഒന്നിച്ച് സിനിമകൾ ചെയ്യാം, സോ ആൻഡ് സോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പോലും. അപ്പൊ അതിജീവിത കോടതി പറഞ്ഞു. പക്ഷെ അതൊന്നും കോടതി റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള കാര്യം മനസ്സിലായി. പിന്നെ പോലീസുകാരുടെ പിന്നെ എന്താണ് ഒരു കോപ്പറേഷൻ ഇല്ലാത്ത അനുഭവം. പിന്നെ അതുപോലെ തന്നെ 28 സാക്ഷികൾ കൂറുമാറിയ അനുഭവം. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ കേസിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള റിസൾട്ട് ചിലപ്പം എന്ത് ചെയ്യണമെന്നില്ല, വരണമെന്നില്ല, മനസ്സിലായില്ലേ? കൂടെ നിൽക്കുന്ന ചങ്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഭാമ, റിമി ടോമി വലിയ കാര്യത്തില് കൊല്ലം സുപ്രീം സ്വർണ്ണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ടും റെയിൽവേ സ്റ്റേഷനിൽ പാടാൻ അറിയാലോ. ഒരു കൂട്ടുകാരിയെ രക്ഷിക്കറിഞ്ഞൂടെ റിമി ടോമി? പിന്നെ പോലീസുകാര് അവർ കൃത്യസമയത്ത് ചെയ്യേണ്ട ജോലികളോ ഹാജരാക്കേണ്ട കാര്യങ്ങളോ കൃത്യമായിട്ട് ഒരു ലിങ്കോട് കൂടി ചെയ്തിരുന്നെങ്കിൽ ഈ അതിജീവിതം നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സത്യം കൊണ്ടുവരാൻ വരും. ദിലീപിനെ ശിക്ഷിച്ചോ അത് വേറെ കാര്യം. പക്ഷെ കോടതിയുടെ മുമ്പിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്തതിന്. പിന്നെ അതിജീവിത പറഞ്ഞ കാര്യങ്ങളും കോടതിക്കൊന്ന് മുഖവിലേക്ക് എടുക്കാൻ വരും, മനസ്സിലായില്ലേ? ഇപ്പം ചുമ്മാ ഒരാൾ ഒരു കെട്ടുകഥ, ഇപ്പൊ മാർട്ടിന്റെ ഒരു വീഡിയോ പറയുന്ന കേട്ട് ചുമ്മാ ഈ പീഡനം നടന്നെന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്. ചുമ്മാ ഒരാൾക്ക് ഇങ്ങനെ ഒരു കെട്ടുകഥ ഉണ്ടാക്കി പറയാൻ അവർക്കെന്ത് തലയ്ക്ക് വരെ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഒറിജിനൽ സംഭവങ്ങളായിട്ട് പറയപ്പോ ഇതിപ്പം ഒരു കല്ല് ഒരാളുടെ ദേഹത്തിറങ്ങെങ്കിൽ കല്ലിന് ശിക്ഷ കിട്ടി. പക്ഷെ ആ കല്ല് അപ്പം ഫിസിക്സും കെമിസ്ട്രിയും പഠിപ്പിക്കുന്ന ഒരാള് ഒരു പിന്നെ പഠിപ്പിക്കുകയും ഐസക് ന്യൂട്ടനെ പോലെ ചിന്തിക്കുന്ന ഒരാൾ ആപ്പിൾ എങ്ങനെ താഴോട്ട് വീഴുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് പിന്നീട് F=M1M2/R² എന്ന ഇക്വേഷൻ തന്നെ രൂപീകരിക്കും. അപ്പൊ യുക്തിപരമായിട്ട് ചിന്തിക്കണം. നിരീശ്വരവാദികളാണെന്ന് ഞാൻ പറയുന്നില്ല.
മനസ്സിലായി? യുക്തിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കല്ല് പിന്നെ ഒരാളിന്റെ ദേഹത്ത് പതിച്ചു, അങ്ങനെയെങ്കിൽ ആ കല്ലിനെ എയിം ചെയ്യാനായിട്ട് പിന്നെ അതിന്റെ പിന്നിൽ ഒരു ആളില്ലേ എന്നുള്ള സംശയിക്കണ്ടേ? അതിനൊരു സോഴ്സ് ഇല്ലേ എന്നുള്ള സംശയിക്കണ്ടേ? കല്ല് ചുമ്മാതൊന്നും ഒരാളുടെ ചുമ്മാ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ തന്നെ തവളെ പോലെ ചാടിയൊന്നും ഒരാളുടെ ദേഹത്ത് വീഴും. അപ്പൊ കല്ല് എറിയാൻ ഒരാൾ കാണത്തില്ലേ? അത് കൃത്യമായിട്ട് ആ വ്യക്തിയിൽ തന്നെ എങ്ങനെ കൊണ്ട് റോഡിൽ കൂടെ വേറെ എത്രയോ പേര് കാറിപ്പോന്നുണ്ടായിരുന്നു, ഈ വ്യക്തി തന്നെ. അത് ഒന്നും രണ്ടും പേരല്ല, ഒരു ബൈ ചാൻസിൽ അവർക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് 6 പേർക്കും ഇങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യണമെന്ന് പെട്ടെന്ന് അങ്ങ് തോന്നിയത്. അപ്പൊ ദാറ്റ് മീൻസ് ദർ ഇസ് എ പ്ലാനിങ് ബിഹൈൻഡ് ദിസ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പിന്നെ ശരിക്കും പറഞ്ഞാൽ കേരളം നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ് കേട്ടാ. നമ്മൾ അങ്ങോട്ട് അരിയാഹാരം കഴിക്കുന്ന ആളുടെ നമുക്ക് ബുദ്ധി തലയ്ക്കകത്ത് കളിമണ്ണല്ല കേട്ടാ. അതുപോലെ നമ്മുടെ ബുദ്ധിയൊന്നും ആർക്കും പണയം വെച്ചിട്ടില്ല. അന്തം കമ്മികളെ പോലെയോ കോൺഗ്രസ്സുകാരെ പോലെയോ ജിഹാദികളെ പോലെയോ സംഘികളെ പോലെയോ നമ്മൾ ആർക്കും ഇങ്ങനെ നമ്മുടെ ബുദ്ധിയൊന്നും അങ്ങനെ പണയം വെച്ചിട്ടില്ല. നമുക്ക് യുക്തിപരമായി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ പറയും. അത് മതത്തെ വിമർശിക്കുന്ന കാര്യമാണെങ്കിൽ ഏത് കാര്യമാണെങ്കിലും ന്യൂട്രലായിട്ട് പറയും. പിന്നെ നമ്മുടെ വല്യമ്മയുടെയും കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ല സംഘികളും ജിഹാദികളും പിന്നെ അതുപോലെ കൊങ്ങികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, കോൺഗ്രസ്സുകാർ. ഒരു ഭാഗത്ത് കൊങ്ങികളും, ഒരു ഭാഗത്ത് സംഘികളും, ഒരു ഭാഗത്ത് ജിഹാദികളും, ഒരു ഭാഗത്ത് അന്തം കമ്മിയും. അപ്പൊ എല്ലാം കൂടെ പാടി പൊളി പഴം കൂട്ടാൻ പോലെ എടുത്ത് പോരുത്തുന്നു. ഏത് സംഘികളോ കൊങ്ങികളോ ജിഹാദികളാണെങ്കിലും ശരി, നമ്മൾ ആരുടെ കൂടെ അല്ല നിൽക്കേണ്ടത്. നമ്മളെന്താണ് ട്രൂത്തിന്റെ കൂടെ, സത്യത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത്. മനസ്സിലായില്ലേ? പണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞ സയന്റിസ്റ്റിനൊക്കെ എന്ത് ചെയ്തു? അതായത് നേരെ ചൊവ്വേ പഠിക്കാത്ത ചില ആളുകൾ, മനസ്സിലായില്ലേ, അവരെ ആ കാലത്ത് വധിക്കുക തന്നെ ഉണ്ടായി. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടെന്ന് പറഞ്ഞ ഭഗത് സിംഗിനൊക്കെ എന്ത് ചെയ്തു? രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിക്കാൻ തന്നെ ഇടയായി. കാലം പിന്നീട് തെളിയിച്ചു അവര് പറഞ്ഞാണ് ശരി. അതുപോലെ ഞാൻ പറഞ്ഞത് ഇപ്പോഴല്ലെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആരുടെയും ഭാഗത്തല്ല നിൽക്കേണ്ട, സത്യത്തിന്റെ കൂടെ നിങ്ങൾ കാലം ചിലപ്പോൾ തെളിയിക്കും. അന്ന് ആ കണ്ണാടി വെച്ച പാവപ്പെട്ട 2025 ഡിസംബർ മാസം 18-ാം തീയതി തിരുമല ജംഗ്ഷൻ വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ല എന്ന് ചിലപ്പോൾ തോന്നും. നമ്മൾ ആരുടെ ഭാഗത്തല്ല നിൽക്കേണ്ടത്. മനസ്സിലായില്ലേ? സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഒരാളെ ഒറ്റ കൊടുക്കുന്നതല്ല. ഇങ്ങനെയുള്ള സാക്ഷികൾ കൂറുമാറിയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? കോടതിയിൽ അത് പിന്നെ അതിനൊരു ഇത് വന്നു. നമ്മൾ പ്രതീക്ഷ റിസൾട്ട് അല്ല വരുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഫിസിക്സ് പഠിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഫിസിക്സ് നമ്മൾ പഠിപ്പിക്കുമ്പം നമുക്കിപ്പോ ഒരു സർക്യൂട്ടിൽ നമ്മൾ 6 ആംപിയർ കറണ്ട് ആണ് കൊടുക്കേണ്ടത് അല്ലെ. നമ്മൾ അതിന് പകരം എത്ര കൊടുക്കുന്നുള്ളൂ? 3 ആംപിയർ കറണ്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ റിസൾട്ടിന് അത് മാറും. അപ്പൊ ഒരാൾ പറയണം, അയ്യോ ഇവിടെ റിസൾട്ട് പിന്നെ നമുക്ക് കിട്ടേണ്ട ആൻസർ മറ്റേതാണ്, പക്ഷെ കിട്ടിയത് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടൊരു കാര്യം ചെയ്യില്ല, നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് വരുത്താം. അപ്പൊ നമ്മൾ പറയും കിട്ടിയത് ഇത്രയാണ്, പക്ഷെ വയ്ക്കേണ്ട കമ്പോണന്റ് നേരെ വെച്ചിരുന്നത് ഇങ്ങനെയല്ല, അല്ല അടിപൊളി റിസൾട്ട് ആയിരുന്നു. നമ്മൾ പറയത്തില്ലേ, എടാ ഈ വ്യക്തിക്ക് നല്ല മാർക്ക് കിട്ടേണ്ടതാണ്, പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ടായിരുന്നു. പക്ഷെ പരീക്ഷയുടെ തലേദിവസം പുള്ളിക്ക് എന്ത് പറ്റി? പെട്ടെന്നൊരു പനി വന്ന പുള്ളിക്ക് ഒരു കോൺസെൻട്രേഷൻ കുറവുണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻ വിട്ട് കറക്റ്റ് ആയിട്ട് പോയിന്റ് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുള്ളിക്ക് ഫസ്റ്റ് റാങ്ക് മാറിയിട്ട് പുള്ളിക്ക് എന്തായിട്ട് മാറിയത്? ഏതാണ്ട് ഒരു പിന്നെ 4th റാങ്കായിട്ട് മാറിയത്. അപ്പൊ ഇതൊക്കെ സ്വാധീനിക്കാം. പിന്നെ 28 സാക്ഷികൾ കൂറുമാറിക്കഴിഞ്ഞാൽ കോടതിയുടെ വിധിയുടെ സ്വാധീനിക്കൂലേ? നിസ്സാര കാര്യമാണോ കോടതി എന്ന് പറയുന്നത്? മനസ്സിലായില്ലോ? ഒരാളുടെ ജീവൻ വെച്ച്, ഒരു ജയിൽ വേണോ സ്വാതന്ത്ര്യം വേണോ എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമാണത്. 20 വർഷം എന്നല്ല ചുമ്മാതാണ് ഇരിക്കുന്നത്. അപ്പൊ പ്രോസിക്യൂഷൻ കൃത്യസമയത്ത് ഈ തെളിവുകളെല്ലാം നല്ല അടുക്കോടും ചിട്ടയോടും സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം. അതൊരു കാര്യമുണ്ട്. ഭരിക്കുന്ന ഗവൺമെന്റും പിന്നെ പുത്തങ്കട വിജയനേക്കാൾ എന്ത് ഭേദം? പിണറായി വിജയൻ. പിണറായി വിജയൻ കുറച്ചെങ്കിലും അതിജീവിതം വിളിച്ച് പിന്നെ സൽക്കാരമൊക്കെ കൊടുത്താൽ അപ്രീഷിയേറ്റ് ചെയ്യും, നല്ല കാര്യങ്ങൾ ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യും. ഇത് കുറച്ച് മുമ്പേ ആലോചിക്കണമായിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രായത്തെ അല്ല അതായത് പിന്നെ നമ്മള് പിന്നെ എന്ത് ചെയ്യുന്ന ക്രിട്ടിസൈസ് ചെയ്യും. വ്യക്തിപരമായിട്ട് പിണറായി വിജയനോട് എനിക്കൊരു വിരോധമില്ല. പ്രായം കൊണ്ട്, അതായത് ഇപ്പം താങ്കൾ തിരുമലയോ പൂജപ്പറയോ അറിയണം, അങ്ങളെ എന്തുകൊണ്ട് വിശേഷം പറയണം, നമുക്കൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് വരിക. പിന്നെ വയറ്റിലെ ഗ്യാസ് ഒക്കെ എങ്ങനെയുണ്ട്, അങ്കിൾ ഈ ഗുളിക കഴിക്കണം, രാവിലെ ഒരു 10 പുഷപ്പെങ്കിലും ചെയ്യണം. ഞാൻ 50 ചെയ്യുന്നത്, അങ്കിൾ ഒരു 10 ചെയ്താൽ മതി. ഇനി കൈയും കാലം ഉടക്കിയിട്ട് മറ്റേ പുള്ളി പറഞ്ഞിട്ടാണ് എനിക്ക് ഉളുക്ക് വിടേ എന്ന് പറയണ്ട. അത് എന്റെ അച്ഛന്റെ അനിയനാവാൻ പ്രായമുള്ളതുകൊണ്ട് അങ്ങനെ പറയും. പക്ഷേ താങ്കളൊരു മുഖ്യമന്ത്രി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ചിലപ്പം രൂക്ഷമായിട്ട് പറയും. അത് വേറെ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കും. ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് നമുക്ക് ആ വ്യക്തിയുടെ ചെയ്തികളോട് വെറുപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ സിനിമകളോടും പുള്ളിയുടെ നല്ല കഥ അത് വേറെ, സിനിമയുടെ അഭിനയവും നല്ല കഥാപാത്രങ്ങളും കഥയും വേറെ, അതുപോലെ തന്നെ റിയൽ ലൈഫ് വേറെ അല്ലെ. ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ MP ആണ്. MP-യുടെ ലൈഫ് വേറെ. ഓർമ്മയുണ്ടോ ഈ മുഖം തന്മഞ്ഞാറങ്ങെടുക്കും എന്തുണ്ടോ വിശേഷം സിനിമയിൽ പറഞ്ഞ മറ്റേ ഈപ്പച്ചന്റെ ആ ഡയലോഗ് വേറെ, റിയൽ ലൈഫ് വേറെ, അഭിനയം വേറെ. ഇത് രണ്ടും ഒരു വ്യക്തിയാണ്. ഇത് രണ്ടും 2 വർക്കാണ്. ഇത് രണ്ടും 2ആയിട്ട് കാണാൻ ആർക്കറിയാം? പിന്നെ കേരളീയർക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാവ്യമാധവനോടും ദിലീപിനോടും ഒരു കാര്യം പറയണ്ട. ഇതൊരു ലൈവാണ്. പിന്നെ എന്താണ്, ഒന്നാമത് ഇയാൾ ചെയ്ത ഒരു കുടുംബത്തെ തകർത്തിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. നല്ലൊരു കുടുംബജീവൻ നയിച്ചിരുന്ന ആ ഒരു മഞ്ജു വാര്യരുടെ ദിലീപിന്റെ ജീവിതത്തിലോട്ട് കയറി വന്നിട്ട്
രണ്ടാം ഭാര്യയായിട്ട് രംഗപ്രവേശനം ചെയ്തു അല്ലേ, ഒരു വില്ലത്തിയായിട്ട് കയറിയത്. അപ്പൊ എന്തു പറയണം, ദിലീപ് ഏട്ട എനിക്ക് എന്നോട് അത്ര താല്പര്യമില്ല. ഒരു കുടുംബത്തെ തർക്കം ആദ്യമേ പറഞ്ഞത് ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നു. പിന്നെ ദിലീപ് അന്യന്റെ ഭാര്യ മോഹിച്ചു, അങ്ങനെ വല്ലതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. മര്യാദയ്ക്ക് മാത്തമാറ്റിക്സോ ഫിസിക്സോ അല്ലാതൊക്കെ പഠിച്ച് ഇത്തിരി പിന്നെ ഗുണം പിടിച്ച് ആ രീതിക്ക് അങ്ങ് ചിന്തിച്ചങ്ങ് പോയാൽ പോരായിരുന്നു. ഇതിന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. കാവ്യമാധവനാണെങ്കിലും ദിലീപിനാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്കുരിച്ചതായിട്ടുള്ള ദുർമോഹങ്ങളാണ് ഇതിനെല്ലാം കാരണം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ഭേദം രോഗം വരാൻ നോക്കുന്നതല്ല നല്ലത്. കൊതു കടിച്ചിട്ട് മന്ത് വന്നെന്ന് പറയുന്നതിനേക്കാളും ഭേദം കൊതു ഉള്ളിടത്ത് നിന്ന് അവിടെ കുത്തിയിരിക്കാൻ ആരാ പറഞ്ഞു? കൊതു ഉരിയൊത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ കുന്തിരിക്കാൻ പോവച്ചോണ്ടിരിക്കും. കൊതുകടി ചുമ്മാ കൊതുവിന് വരൂ, കൊതുവേ സഹോദരങ്ങളെ വരൂ, കുറച്ച് ചോര എടുത്ത് കടിച്ചിട്ടോ എന്ന് ആരെങ്കിലും ബുദ്ധിയുള്ളവരാരെങ്കിലും പറയൂ? പിന്നെ ഞാനും പിന്നെ LLB കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഇനി കീഴ്ക്കോടതിയെക്കാളും ഇതിനേക്കാളും വലിയ കോടതികളുണ്ട്. ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. എന്ന് മാത്രമല്ല ആർട്ടിക്കിൾ 226 32 ഒക്കെ പ്രധാനമാണ്. മനസ്സിലായില്ലേ? അത് ഇതോട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെയുള്ള കോടതികൾക്ക് കീഴ്ക്കോടതിയേക്കാളും വലുതാണ് ഏതാണ്? ഹൈക്കോടതിയും സുപ്രീം കോടതി. അപ്പൊ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും കുറച്ചും കൂടെ അധികാരവും പവറും കൂടുതലാണ്. കീഴ്ക്കോടതിയിലെ ജഡ്ജിമാരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്കും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്കും ഉണ്ട്. മനസ്സിലായില്ലേ? ഇവൻ ഹൈക്കോടതിയാണ് ഒരു കാര്യം പറയുന്നെങ്കിൽ പോലും സുപ്രീം കോടതിയിലെ ജഡ്ജിക്ക് ആ കേസിനെ ക്യാൻസൽ ചെയ്യാനും അതുപോലെ തന്നെ പരിശോധിക്കാനും ജഡ്ജിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ പവർ പോലെ ഇരിക്കും. ഇന്ത്യയിൽ അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്ന ഹൈക്കോടതി അല്ല, സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ തന്നെ തലവന്മാരില്ല. അപ്പൊ രാജാക്കന്മാർ, ഈ സുപ്രീം കോടതിയിലെ ഈ രാജാക്കന്മാരിൽ തന്നെ രാജാവ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. മനസ്സിലായില്ലേ? അപ്പം ബൈ ദ ഗ്രേസ് സൂര്യകാന്ത് എന്ന് പറയുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരാളേ ഉള്ളൂ. ജഡ്ജിമാര് പലത് കാണും, പക്ഷെ ചീഫ് ജസ്റ്റിസ് ഒരാളല്ലേ. മന്ത്രിമാര് പലത് കാണും, പക്ഷെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഒരാളേ ഉള്ളൂ. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെക്കാളും അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അതില് കൈയെടുത്തുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റാണ്. അപ്പൊ കീഴ്ക്കോടതിയിലെ ജഡ്ജിയാണോ വലുത്? സുപ്രീം കോടതിയിലെ ജഡ്ജി, ഹൈക്കോടതിയിലെ ജഡ്ജിയാണോ വലുത്? സുപ്രീം കോടതിയിലെ ജഡ്ജിയാണോ വലുത്? അതൊക്കെ മീതെ ഒരു ഇന്ത്യൻ പ്രസിഡന്റ് കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹയറാർക്കി നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല. പിന്നെ കേരളീയർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയായിട്ടും അതുപോലെ തന്നെ റിയൽ ലൈഫായിട്ടും കാണാനുള്ള ഒരു ലോജിക്കുണ്ട്. ദിലീപിന്റെ കേസിന് ആൻസർ ചെയ്യും. കേരളത്തിലെ ആളുകൾക്ക് സിനിമയായിട്ട് കാണും. നിങ്ങൾ ഭായാണെങ്കിലും ബി ആണെങ്കിലും മനസ്സിലായില്ലേ? അത് കാണണമെന്നോ പറയുന്നില്ല. അതുപോലെ തന്നെ റിയൽ ലൈഫാണ്. ഇപ്പൊ സുരേഷ് ഗോപിയുടെ അഭിനയം, എന്തുണ്ട് വിശേഷം സഹോദര, നിനക്ക് സുഖമാണോ, ഞാൻ തന്നെ അങ്ങ് പൊക്കിയിരിക്കും. അത് അഭിനയമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ റിയൽ ലൈഫിൽ വരുമ്പോഴത്തേക്കും രാധിക സുരേഷുമായിട്ടും അതുപോലെ തന്നെ മകൻ മാധവുമായിട്ടും ശാസ്ത്രങ്ങളിൽ താമസിക്കുന്നു. അത് അവരുടെ ലൈഫാണ്, പേഴ്സണൽ ലൈഫാണ്. അപ്പൊ എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി സമയം വൈകിട്ടില്ല. കാവ്യമാധവനാണെങ്കിലും പുള്ളിക്കാരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. അവന്റെ ഒരു അനിയത്തിയെ പോലെ ഞാൻ പറയാം. മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് പോയിട്ട് ആ പഴയ ഹസ്ബൻഡിന്റെ കൂടെ ചെന്ന് ഒരു കൺഫെഷൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം, ചേട്ടാ എന്നോട് പണ്ട് ജയഭാരതി ആന്റിയൊക്കെ പറയുമ്പോൾ, ചേട്ടാ എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, കുറച്ച് കരഞ്ഞോ. അപ്പോഴത്തേക്കും ചിലപ്പോൾ പുള്ളിക്കൊരു മനസ്സലി. ഇനി ആരെയും കൊല്ലാനോ വെട്ടാനോ തടവിലാക്കാനോ ഉപദ്രവിക്കാനോ പോണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. മനസ്സിലായി? ഇനി ദിലീപ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരൻ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ കാവ്യ അങ്ങനെ ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങൾക്ക് അതിലൊരു മകളുണ്ട്. അത് അച്ഛൻ അമ്മ എന്നുള്ള അർത്ഥത്തിൽ ഒരു 10 ദിവസം അച്ഛൻ്റെ കൂടെ അമ്മയുടെ. പക്ഷെ മേലാൽ ദിലീപിനെ ബ്രദറായിട്ട് മാത്രമേ പിന്നെ കാണാവൂ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നത്. ഇനി മറ്റേ പുള്ളി അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ ബ്രഹ്മചര്യം എന്നുള്ള പല യോഗിനിമാരെ പോലെ അങ്ങ് ജീവിക്കും. കാവ്യ ചിരിച്ചാലും കൊള്ളാം, ചിരിച്ചില്ലെങ്കിലും കൊള്ളാം. ഇനി ദിലീപിനോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് 58 വയസ്സായി, മര്യാദയ്ക്ക് ഒരു നല്ല ഇന്ത്യൻ പൗരനായിട്ട് ജീവിച്ച് നിങ്ങളുടെ ഈ ഗുണ്ടായുസവും വടിവാളും കൊടുവാളും ആനവാളും ഒക്കെ മടക്കി മതിയാക്കി നിങ്ങൾക്കൊരു മോളുണ്ട് മീനാക്ഷി, അവൾക്കൊരു നല്ല ഭാവി. അവൾ MBBS കഴിഞ്ഞതാണ്, ഡെർമറ്റോളജി കഴിഞ്ഞതാണ്, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇനി മര്യാദയ്ക്ക് ഒരു മരുമോനൊക്കെ റിസീവ് ചെയ്ത് ജീവിക്കേണ്ടതാണ് അല്ലേ? മര്യാദയ്ക്ക്, മനസ്സിലായില്ലേ? ആ കൊച്ചിനെ ഒരു നല്ല ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ച് അവളെ ഒരാൾക്ക് ഏൽപ്പിച്ച്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് വേണമെങ്കിൽ മഞ്ജു വാര്യർ ഇപ്പോഴും വേറെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, പ്രിയേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റെന്ന് വെച്ചാൽ ആന തെറ്റ് പറ്റിപ്പോയി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഞാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നു പ്രിയേ. മിമിക്രി ആർട്ടിസ്റ്റിനെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരിക്കും നല്ല മനസ്സുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നു വേണ്ട, പുള്ളിക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. ഇഫ് ഷീ ഈസ് വില്ലിങ് ദെൻ പോയിട്ട് ആ പുള്ളിയുടെ ഹസ്ബൻഡായിട്ട് നല്ലതായിട്ട് ജീവിക്കും.
പിന്നെ വേണമെങ്കിൽ ഫാമിലി ആയിട്ട് പോയി അതിജീവിതയും ഫേസ്ബുക്കിലൊന്നും ഇടാൻ നിൽക്കണ്ട, പോയി കണ്ടിട്ട് സഹോദരി ഇങ്ങനെ ഒരു പിന്നെ ഒരു ബുദ്ധിമോശം എനിക്ക് സംഭവിച്ചു, എന്നോട് ക്ഷമിക്കാന്ന് പണ്ട് KPM പറഞ്ഞു, മകളെ എന്നോട് ക്ഷമിക്കൂ മകളെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയോട് നിങ്ങൾ പഴയതുപോലെ പോവുക. മനസ്സിലായില്ലേ? അങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാന കാലം നിങ്ങൾ ഈ ഇഹലോകവാസം വെടിയുന്ന സമയത്ത് ഒരു നല്ലൊരു, മനസ്സിലായില്ലേ, കിടപ്പ് രോഗിയൊന്നും ആവാതെ പിന്നെ കിടന്ന്, അതായത് വേറെ അനർത്ഥങ്ങളൊന്നും ഭവിക്കാതെ, മാരക രോഗങ്ങൾക്ക് അടിമപ്പെടാതെ സുഖമായിട്ട് നിങ്ങൾക്ക് ഹൃദയത്തിനകത്ത് നല്ലൊരു ആത്മശാന്തിയോടുകൂടി, ഇല്ലെങ്കിൽ ഉള്ള കാലം അരവട്ടായിട്ട് മനസാക്ഷി കുറ്റത്തോടെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫലം? എടാ, ഈ സിനിമയൊന്നും ചെയ്യില്ലെങ്കിലും നമുക്കൊക്കെ കട്ടിൽ കാണുമ്പോഴത്തേക്കും, കട്ടിൽ എന്ന് പറഞ്ഞാൽ മതി, അതിനുമ്പേ എന്ത് ചെയ്യും, കൺപോളെ അങ്ങ് അടഞ്ഞു. നമ്മളൊന്നും അത്ര പ്രശസ്തരൊന്നുമല്ല, ചെറിയ ട്യൂഷനോ എന്തെങ്കിലും മിമിക്രിയോ ഒത്തിരി പാട്ട്, ഞാൻ അല്പം പാട്ടൊക്കെ പാടുന്നതാണ് കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്ത് ഇത്തിരി കോമഡിയൊക്കെ പറഞ്ഞങ്ങ് ജീവിക്കും. പിന്നെ ഇത്തിരി ഫിസിക്സും കെമിസ്ട്രിയും മറ്റു കാര്യങ്ങളൊക്കെ ആധികാരമായിട്ട് പഠിപ്പിക്കാനും താല്പര്യമുണ്ട്. നമുക്കൊക്കെ ഏതാണ്ട് ഒരു 10:30 മണി കഴിയുമ്പോൾ തന്നെ പല വീഡിയോസും പകുതി ഉറങ്ങാതെയൊക്കെയാണ് കാണുന്നത്. അപ്പം നല്ല സമാധാനം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഗിഫ്റ്റാണ്. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഒരു നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം. അപ്പൊ അതൊന്ന് കീപ്പ് ചെയ്തു, മനസ്സിലായില്ലേ? ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സമാധാനം. അല്ല, സിനിമ എന്ന് പറയുന്നതൊക്കെ സെക്കൻഡറിയാണ്. മനുഷ്യന് ഒരു മനുഷ്യന് ലഭിക്കാന്നുള്ളതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനമാണ്, അല്ലേ? അപ്പം ബി പ്രാക്ടിക്കൽ, മനസ്സിലായില്ലേ? അതാണ് ഇനി ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിച്ചൂടെ? മനസ്സിലായില്ലേ? ഒരു റെസ്റ്റോറേഷനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞു, കോടതിയിലൊക്കെ പലതും നടന്നു. ഇനി അതിജീവിതയോടെ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഈ പറഞ്ഞ പിന്നെ ഡിപ്രഷനും കുപ്രഷനും ഒക്കെ മതിയാക്കി, മനസ്സിലായില്ലേ, നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയിട്ടുണ്ടല്ലേ, ആ വ്യക്തിയുടെ കൂടെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് ഈ കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതിജീവിതം ചെയ്യേണ്ടത് വെച്ചാൽ കഴിഞ്ഞതല്ല ഒരു ദുസ്വപ്നം, നല്ലൊരു ലൈഫിലേക്ക് വരിക. ഇതൊക്കെ ഒരു ദുസ്വപ്നമായിട്ടങ്ങ് മറക്കുക. അതിജീവിതം അങ്ങനെ ചെയ്ത് ഈ ഡിപ്രഷനും കുപ്രഷനൊക്കെ മതിയാക്കി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക, മുന്നേറുക. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. പിന്നെ പോലീസുകാരുടെ ഭാഗത്ത് എനിക്ക് പറയാമെന്ന് വെച്ചാൽ, പോലീസുകാർ ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ടവരാണ്, അല്ലെ? ഏതെങ്കിലും ഗർഭിണി അടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് പിന്നെ നിങ്ങൾ ഏതെങ്കിലും യുവാക്കൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് റെക്കോർഡ് ചെയ്ത മനുഷ്യനെ അന്യായമായി തടങ്കലിൽ വെക്കുകയും ആ വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ വൈഫ് വരുന്ന സമയത്ത് ആ വ്യക്തിക്കെതിരെ പിന്നെ എന്താണ് ആക്രോശിക്കുകയും ആ വ്യക്തി അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള തെറ്റായ എന്താണ് പിന്നെ മനോഭാവങ്ങളൊക്കെ മതിയാക്കിയിട്ട് നാട്ടിൽ അല്ലെങ്കിൽ നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത്, മനസ്സിലായില്ലേ, ഇങ്ങനെ കിടന്ന് വയലന്റ് ആകാതെ എന്തെങ്കിലുമൊക്കെ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഹാജരാക്കി നിരപരാധികളെ വെറുതെ വിടാൻ ശ്രമിക്കുക, അപരാധികളെ കണ്ടെത്തി, മനസ്സിലായില്ലേ, അവർക്കൊരു കറക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെയും കൂടെ എന്താണ് ഉത്തരവാദിത്വമല്ലേ? ഫോർബിഡൻ ഈവൻ കാൾഡർ. ഇതൊക്കെ ഇനി എന്നാ പഠിക്കേണ്ടേ? പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. ശരിക്കും പറഞ്ഞാൽ ആ പോലീസുകാരുടെ വീഴ്ചയാണ് ഈ പിന്നെ എന്താണ് ഈ അതിജീവിതയ്ക്ക് പിന്നെ അല്ലെങ്കിൽ ദിലീപിനെ എന്ത് ചെയ്തു, കുറ്റമുക്തനാക്കിയത്. അപ്പൊ ദിലീപിനെ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ദിലീപ് നശിച്ചു വേണമെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പൊ ദിലീപിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. ഇപ്പൊ ജയിൽ എന്ന് പറഞ്ഞ ഒരു കറക്ഷൻ സെന്ററാണ്, മനസ്സിലായില്ലേ? നമ്മുടെ തിരുമലയ്ക്കടുത്ത് പൂജപ്പരയിൽ ഇവിടെ കേഫ്റ്റീരിയ, അതായത് ഫ്രീ ഫുഡ് സർവീസ്, അതായത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റോ ഒന്നും ഇല്ലാത്ത, നമ്മളും കുറച്ച് കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല ഭക്ഷണങ്ങൾ കൊടുക്കും, നല്ല ജയിൽ കേഫ്റ്റീരിയ എന്ന് പറയും. അതുപോലെ ജയിൽ പെട്രോൾ പമ്പ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ജയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല, നന്നാവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ദിലീപ് ഒരു 5 വർഷം അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ മനസ്സലിവുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നാവാനും. അതുപോലെ ഗോസ്പലൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ് രക്ഷ പ്രാപിച്ചവർ ജീസസ് ക്രൈസ്റ്റിന്റെ എന്താണ് ഗ്രേസിലേക്ക് കടന്നു വന്നു. ചിലപ്പോൾ ബാപ്റ്റിസം, മനസ്സിലായില്ലേ, തിരുവോത്താഴമൊക്കെ എടുക്കണമെന്നൊരു ആഗ്രഹം ദിലീപിന് വന്നു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, പിന്നെ ക്രൈസിന്റെ ആ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ദിലീപ് രക്ഷപ്പെട്ടു, മനസ്സിലായില്ലേ? അപ്പൊ പ്രോസിക്യൂഷൻ ഇവിടെ തെളിവ് ഹാജരാക്കാൻ ഒരുപാട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. 28 സാക്ഷികളാണ് കൂറുമാറിയത്, 1ഉം 2ഉം അല്ല. പ്രീമി ടോമി, സിദ്ദിഖ്, ഇവര് എന്ന് വേണ്ട, മനസ്സിലായില്ലേ, പല ആളുകൾ, മനസ്സിലായില്ലേ, ഭാമ, പിന്നെ അങ്ങനെ, മനസ്സിലായില്ലേ? അതുപോലെ ഭാമയായാലും കൊള്ളാം, ആമയായാലും കൊള്ളാം, മൊയിലായാലും കൊള്ളാം. എന്തായാലും അതൊക്കെ കൊണ്ട് തന്നെയാണ് കോടതിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടേബിളിൽ വന്നിക്കുന്ന തെളിവിനെ ബേസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, കീഴ്ക്കോടതിയാണോ ഹൈക്കോടതിയാണോ സുപ്രീം കോടതിയാണോ വലുത്? കീഴ്ക്കോടതി അല്ല വലുത്. ഹൈക്കോടതിക്ക് കീഴ്ക്കോടതികളെ വിമർശിക്കാനും അതുപോലെ തന്നെ സുപ്രീം കോടതിക്കാണെങ്കിൽ ഹൈക്കോടതിയിലെ ഓർഡറിനെ തന്നെ എന്താണ് ക്യാൻസൽ ചെയ്ത് ന്യൂട്രലായിട്ട് അന്വേഷിക്കാനുള്ള അധികാരവും ഭരണഘടന നൽകുന്നുണ്ട്. അത് നാഷണൽ ലെവലിലുള്ള കോടതിയാണ് സുപ്രീം കോടതി. പൗരന്മാർക്ക് റിട്ട് സമർപ്പിക്കാനുള്ള അധികാരവും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. ഇത് കീഴ്ക്കോടതിയാണ്. കീഴ്ക്കോടതി എന്നുള്ള പേര് പോലെ തന്നെയാണ്, ഏതിന്റെയോ കീഴിലാണ്, മനസ്സിലായി? ഹൈക്കോടതി സ്റ്റേറ്റ് ലെവലിൽ നോക്കണേ ഹൈക്കോടതിക്ക് കീഴിലാണ്, നാഷണൽ ലെവൽ നോക്കണേ സുപ്രീം കോടതിക്കും എന്താണ് കീഴിലാണെന്നുള്ള കാര്യം
നമ്മൾ എന്ത് ചെയ്യും ഓർക്ക്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ കേസ് എന്ത് ചെയ്തത് പിന്നെ പെട്ടെന്ന്, അതായത് ഈ കേസിലെ ഒരു നീതി മാനിഫെസ്റ്റ് ചെയ്യാത്ത കാരണം അതാണ്. മനസ്സിലാകുന്നു, ഇതൊക്കെയാണ് ആ കാരണം. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ സംസാരിച്ച ഒന്നാമത്തെ പോയിന്റ് വെച്ചാൽ പ്രോസിക്യൂഷൻ ഈ കേസ് തെളിവ് ഹാജരാക്കാൻ പിന്നെ കാണിച്ചതായിട്ടുള്ള വിമുഖത, അല്ലെങ്കിൽ ആ പോയിന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പിന്നെ ലിമിറ്റേഷൻ, അത് ഒരു കാരണം. പിന്നെ അതുപോലെ തന്നെ അതിജീവിതയുടെ വാക്ക് കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം, അത് മറ്റൊരു ലിമിറ്റേഷൻ. മനസ്സിലായില്ല. പിന്നെ അടുത്ത ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, അതായത് ഈ പിന്നെ കാവ്യയുടെ അമ്മയുടെ മൊഴിമാറ്റം. മനസ്സിലായില്ലേ? കാവ്യ മാധവന്റെ അമ്മ വരെ ഇങ്ങനെ പണ്ട് കാവ്യയും ദിലീപും തമ്മിൽ ഒറിജിനൽ വൈഫ് ഹസ്ബൻഡ് ആര് തന്നെയാണ്? ദിലീപും മഞ്ജു വാര്യരും തന്നെയാണ്. കാവ്യ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്. കാവ്യയുടെ ഒറിജിനൽ ഹസ്ബൻഡ് ദിലീപ് അല്ല, പിന്നെ ആരാണ്? ആ നിശാൽ എന്ന് പറഞ്ഞ ബാങ്ക് ഓഫീസറാണ്. പക്ഷെ കാവ്യയുടെ അമ്മയ്ക്ക് തന്നെ തന്റെ മകളുടെ ചെയ്തികളെ കുറിച്ച് അറിയാം. പക്ഷെ ആ അമ്മ എന്താണ് ചെയ്തത്? ആ അമ്മ കോടതിയിൽ മൊഴി നൽകുന്നതിന് മുമ്പേ പിന്നെ ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യരോട് എന്ത് പറഞ്ഞു? പിന്നെ ഈ സംഭവങ്ങളൊക്കെ മോളെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കോടതി വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു? കാവ്യയുടെ അമ്മ മൊഴി മാറ്റി പറഞ്ഞു. അത് മറ്റൊരു ട്വിസ്റ്റാണ്. അങ്ങനെ 28 സാക്ഷികളുടെ കൂറുമാറ്റം പ്ലസ് പ്രോസിക്യൂഷന്റെ ഒരു ലിമിറ്റേഷൻ, പരാജയം പ്ലസ് പിന്നെ ഈ പിന്നെ അതിജീവിതയുടെ വാക്ക് കോടതി മുഖവിലയ്ക്ക് എടുക്കാത്തത് പ്ലസ് അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് എന്താണ് ഈ കേസ് പിന്നെ ദിലീപിന് അനുകൂലമാകാൻ കാരണം. ഇനി നിങ്ങൾ പൾസർ ഇനിയല്ല, അൾസർ അല്ല, ഇനി എന്ത് പിന്നെ പീസർ ആണെങ്കിലും ശരി തന്നെ, SD ആണെങ്കിലും ഹീറോ ഹോണ്ട ആണെങ്കിലും കൈനറ്റിക് ആണെങ്കിലും ശരി തന്നെ, മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രൈസിസിന്റെ കൃപയിലെ ആശ്രയിച്ച് അവസാന സമയം മറ്റ് മരണങ്ങളോ മനസാക്ഷി കുത്തോ വേറെ രോഗങ്ങളൊന്നും ഇല്ലാതെ കിടരോഗിയാകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിംഗ് ഡോണസ് സമാധാനത്തോടെ ക്രൈസിസിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ജീവിതം അല്ലേ? ഇനി ദിലീപിന് ഒരു കാര്യം ചിന്തിക്കും. ദിലീപിന് ഇപ്പൊ 58 വയസ്സായി അല്ലേ? ദിലീപിന് എത്ര വയസ്സായി? 58 വയസ്സായി. കാവ്യ മാധവൻ എന്നെക്കാളും ഒരു 5 വയസ്സ് എളുപ്പമാണ്. അതായത് 1984 അതായത് എനിക്കിപ്പം 47 അപ്പൊ 47 5 പോയി കഴിഞ്ഞാൽ 42 വയസ്സായി. മര്യാദയ്ക്ക് കാവ്യ മാധവൻ ഈ മനുഷ്യനെ ബ്രദറായിട്ട് മാത്രം കണ്ടുകൊണ്ട്, കുട്ടികളെ നിങ്ങൾ ഇടയ്ക്ക് കണ്ടു, എന്നാലും കുട്ടിയായിപ്പോയില്ല, ആ പഴയ മനുഷ്യനെ പോയി കിടങ്ങി ഒരു സോറിയും പറഞ്ഞു. അതുപോലെ ദിലീപ് മര്യാദയ്ക്ക് മഞ്ജു വാര്യരുടെ അടുത്തേക്ക് മടങ്ങി വന്നു, പ്രിയെ എനിക്ക് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കേസിനൊരു നല്ല പിന്നെ ഒരു കർട്ടൻ വീഴാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? ഇനി പിന്നെ പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യയുടെയും കേരള ഗവൺമെന്റ് ടാക്സ് മേടിച്ചാണ് ജീവിക്കുന്നത്. അപ്പം അല്പമെങ്കിലും ഉളുപ്പുണ്ടാടേത്. നിങ്ങളെയൊക്കെ പോലീസുകാരൊക്കെ വെച്ചേക്കുന്നത് ജനങ്ങൾക്ക് നീതി കൊടുക്കാനാണ്. ഗർഭിണി അടിക്കാറിയല്ല, ആ കാണിക്കാനുള്ള ഒരല്പ ചുറുകുറുപ്പ് ഇതിൽ കാണിച്ചിരുന്നു. മനസ്സിലായില്ലേ? ജനങ്ങളുടെ ടാക്സും മേടിച്ച് ജനങ്ങളുടെ നികുതി പണവും മേടിച്ചിട്ട് ജനങ്ങൾക്കെതിരെ തിരിയാതെ മനസ്സിലായില്ലേ? പിന്നെ ഹാജരാക്കേണ്ട സമയത്ത് പല കാര്യങ്ങൾ ഹാജരാക്കി. അതായത് ജയിലില് ഇപ്പൊ ദിലീപിനെ പിന്നെന്താണ് യഥാർത്ഥം നടന്ന സംഭവങ്ങൾ ബേസ് ചെയ്ത തെളിവുകൾ ഹാജരാക്കിയിരുന്നെങ്കിൽ ദിലീപ് ജയിലിൽ പോയി, ദിലീപ് ചിലപ്പോൾ രക്ഷപ്പെട്ടത്. ദിലീപ് നന്നായാണ്, നല്ലൊരു വ്യക്തിയാണ്, വ്യക്തിത്വത്തിന് ഉടമയാണ്. എന്ന് മാത്രമല്ല ദിലീപ് അപ്പം നിങ്ങൾ കരുതും പോലെ ജയിലെന്ന് പറഞ്ഞാൽ പിന്നെന്താണ് ശരിക്ക് ഒരു അപരാധം ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഗുണം പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അടുത്ത് കേഫ്റ്റീരിയ ഉണ്ട്, പെട്രോൾ പമ്പ് ഉണ്ട്. എത്രമാത്രം മനസ്സിലോടും താഴ്മയോടാണ് അവർ പെരുമാറുന്നത്. അവർ പല പ്രവൃത്തിയിൽ എൻഗേജ് ചെയ്യുന്നതാണ് അല്ലെ, മനസ്സുണ്ട്. അപ്പൊ ആ ഒരു ക്രിമിനൽ വാസന സ്വാഭാവികമായിട്ട് പറഞ്ഞു കിട്ടും. ഞാൻ 1-2 പേരോട് ചോദിച്ചാൽ പറഞ്ഞിട്ട് എന്റെ പൊന്നിയേട്ടാ, അപ്പുറത്തെ വീട്ടിലൊരു വസ്തു തർക്കം അറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ ഒരു പേനാക്കത്തി എടുത്ത് എന്തോ ചെയ്തു, ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് ഇതുപോലെ കരുതിക്കുട്ടി കൊട്ടേഷൻ കൊടുത്ത് ചെയ്തല്ല, ഒരു ബലഹീന നിമിഷത്തിൽ ചെയ്താണ് ജയിൽ പുള്ളികൾ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വരെ അവരുടെ മനസ്സിലെ താല്പര്യം പോലെ ഇരിക്കും. ഗുണം പിടക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് ഗുണം പിടിക്കും. നിരപരാധികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അപരാധികളുടെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ പ്രോസിക്യൂഷൻ കൃത്യസമയത്ത് ഹാജരാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മനസ്സിലായില്ലേ, കോടതിയിലെ ജഡ്ജിക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാവായിരുന്നു. കോടതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ മനുഷ്യർ ചിന്തിക്കുമ്പോഴേ അവരുടെ മുമ്പിൽ കടന്നു വരുന്നതായിട്ടുള്ള എന്താണ് പല എവിഡൻസിനെ ബേസ് ചെയ്ത് മനസ്സിലായില്ല, ആ ടേബിളിൽ എവിഡൻസ് കിട്ടിയാൽ മാത്രമേ അവർ പലതും എന്ത് ചെയ്യത്തുള്ളൂ. അത് ജഡ്ജിമാരുടെ ഡിസൈനിങ് പവർ പോലെ. എങ്കിലും കീഴ്ക്കോടതി അല്ലല്ലോ, ഇതിനേക്കാളും വലുതല്ലേ ഹൈക്കോടതി. ഹൈക്കോടതിയേക്കാളും വലുതേ സുപ്രീം കോടതി. പേര് പോലെ തന്നെ ഇത് കീഴ്ക്കോടതിയാണ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും വേറെ ഉണ്ടത്, ഇത് കീഴ്ക്കോടതിയാണ്. സ്റ്റോൾസ്. അപ്പൊ അതുകൊണ്ട് ആ രീതിക്ക് എന്ത് ചെയ്യാമായിരുന്നു, പിന്നെ പോലീസ് ആ തെളിവൊന്ന് ഹാജരാക്കണമായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ അതിജീവിതം പറഞ്ഞ വാക്കുകൾ കോടതി എടുത്തിരുന്നെങ്കിൽ പിന്നെ ഇതാവുമായിരുന്നു. മനസ്സിലായില്ലേ? ദിലീപ് അതിജീവിതത്തെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ ചെയ്തു പോവാം, അല്ലെങ്കിൽ ഞാൻ ഒതുക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതി അന്ന് പറഞ്ഞത് മോഹവിലയ്ക്ക് കോടതി എടുക്കേണ്ടിയിരുന്നു. മനസ്സിലായില്ലേ?
അപ്പൊ ഇതൊക്കെ ആയിരിക്കണം ഈ കോടതി വിധിയിൽ ദിലീപിനെ ചിലപ്പോ മനസ്സിലായില്ലേ കിട്ടിയാൻ കാരണമായി തരും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ദിലീപിനോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ദിലീപിനോട് മാത്രമല്ല എന്റെ ഇത് കേൾക്കുന്ന ഏവരോട് എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇഫ് യു കൺഫസ് വിത്ത് യുവർ മൗത്ത് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എന്താണ് ലോർഡ് ആൻഡ് ബിലീവ് വിത്ത് യുവർ ഹാർട്ട് ദാറ്റ് ഗോഡ് ഹാസ് റൈസ്ഡ് ഹിം ഫ്രം ദി ഡെഡ് then you will be saved. If a person believes in our own Lord Jesus Christ and is baptized, then he shall be saved. If a person believeth not, then he shall be condemned. Believe on Lord Jesus Christ and you and your family be saved. മറ്റൊരുത്തൻ വിഷയം വിശ്വാസം ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട എന്താണ് മറ്റൊരു നാമം. There is salvation in them. There is no name given under heaven among men whereby we must be saved. നാമിനെ അടിമത്തിൽ കൊണ്ടുപോയി. There is no name given among men under heaven whereby we must be saved. അപ്പൊ ദിലീപിനോട് എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇനി രക്ഷപ്പെടാനുള്ള സമയമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 58 വയസ്സുണ്ടല്ലേ, അപ്പൊ ഇനി അവസാന കാലം, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 98 അല്ലെങ്കിൽ ഒരു 88 വയസ്സായി നല്ല മരുമോനും മോളൊക്കെ, അത് അസ്യൂം ചെയ്യുക, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക. ആ സമയത്ത് ഒരു കിടരോഗിയാകാതെ, വേറെ മാരക രോഗങ്ങൾ വരാതെ, വേറെ മനസാക്ഷി കുത്തു വരാതെ, ഭാഗ്യത്തിന് അതിജീവിതം മരിച്ചിട്ടില്ല, അതൊരു പോയിന്റാണ്, നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. അപ്പൊ അത് ഞാനൊരു അഡ്വക്കേറ്റാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഭാഗ്യത്തിന് നോട്ട് ദ പോയിന്റ് യുവർ ഓണർ, അതിജീവിതം എന്ത് ചെയ്തിട്ടില്ല, മരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ദിലീപെ ഇനിയും അവസരമുണ്ട്, ഇനിയും നല്ലൊരു ജീവിതത്തിന് അവസരമുണ്ട്. പിന്നെ ആ നിങ്ങളുടെ മോളെ പിന്നെ എന്തോ മീനാക്ഷിയോ, അവളെ ഒരു നല്ല പയ്യന്റെ കരങ്ങളിൽ പിടിച്ച് ഏൽപ്പിക്കണ്ടേ? അപ്പൊ നിങ്ങളുടെ മോളെയാണ് ഇതുപോലെ ആരെങ്കിലും വന്ന് കമന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ, ഞാൻ പുരുഷന്റെ സൈഡോ സ്ത്രീയുടെ സൈഡോ അല്ല, പിന്നെന്താണ് സത്യത്തിന്റെയും നീതിയുടെ സൈഡാണ്. നമ്മൾ ആരെയും ഒരാളുടെ ദേഹത്തെ ദയിക്കാൻ ആരെ അധികാരം തന്നെ? ആശയത്തെ ആശയം കൊണ്ട് എതിർക്കണം. ഞാൻ ഡിബേറ്റിനൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണ്, മതങ്ങളെ വിമർശിക്കാറുണ്ട്. പക്ഷെ ഒരാളിന്റെ ദേഹത്തും പേന കത്തി വയ്ക്കുകയോ അന്യന്റെ ചോര ചൊരിയുകയോ പിന്നെ അന്യന്റെ വീടിന് ബോംബും പടക്കം എറിയുകയോ നമ്മുടെ പെങ്ങന്മാരെ ആവശ്യമില്ല, മനസ്സിലായില്ല. നമുക്ക് വിമർശനപരമായ പല കാര്യങ്ങളുണ്ട്, ആശയപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് പുസ്തകങ്ങളെയും തെളിവുകളെയും പേജ് നമ്പറും മോളിയും ഒക്കെ വെച്ച്, ഇപ്പൊ വിഷ്ണു പുരാണമാണെങ്കിൽ അതിനൊക്കെ അത് വെച്ച് തെളിവ് ചെയ്ത് ആരെഴുതിയ പുസ്തകം എവിടെ വെച്ച് എഴുതി, അപ്പം പുള്ളിയുടെ ഇന്ദ്രന്റെ ചെയ്തികൾ എന്താണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അല്ലാതെ ഒരാളിന് പിന്നെ ആക്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ നശിപ്പിച്ചുകൊണ്ടോ ആണോ, മനസ്സിലായില്ലേ? അപ്പൊ അതൊന്ന് ചിന്തിക്കും. അപ്പൊ ഇനിയുള്ള ഒരു നല്ല ജീവിതം, മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം, ഇഫ് എ പേഴ്സൺ ബിലീവത്ത് ആൻഡ് ഈസ് എന്താണ് ബാപ്റ്റൈസ്ഡ്, എന്റെ പക്ഷേ പറഞ്ഞു ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് then he shall be saved, അല്ലെങ്കിൽ she shall be എന്താണ് സേവ്ഡ്. അപ്പൊ അങ്ങനെ ചിന്തിക്കും, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് then you and your family saved എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഇനിയാണെങ്കിൽ രക്ഷപ്പെടാൻ സമയമുണ്ട്. ഭാഗ്യത്തിന് അതിജീവിതം മരിച്ചില്ല, യുവർ ഓണർ. അപ്പൊ ഞാനും LLB ഒക്കെ കഴിഞ്ഞാണ്, ഭാഗ്യത്തിന് അതിജീവിതയ്ക്കൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അതിജീവിതയോട് പറയാനുള്ളത്, ഈ ഡിപ്രഷനൊക്കെ മാറ്റി മതിയാക്കി നല്ലൊരു ഭർത്താവിരിക്കല്ലേ, നല്ല ടൂറൊക്കെ ചെയ്ത് മൈൻഡിനെ റിഫ്രഷ് ചെയ്ത്, മനസ്സിലായില്ലേ? ആ പഴയ ഒരു ദുസ്വപ്നം പോലെ അതങ്ങ് കരുതി എന്ത് ചെയ്താൽ മതി, അതൊക്കെ അങ്ങ് വിസ്മരിച്ച് ആ കാര്യങ്ങളൊക്കെ അങ്ങ് എന്ത് ചെയ്താൽ മതി, ക്യാൻസൽ ചെയ്താൽ മതി. പുള്ളിംഗ് ഡൗൺ നാമിനെ അടിമത്തിൽ കൂടി പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് ക്യാൻസൽ ഇമേജിനേഷൻസ്. അപ്പം പിന്നെ എന്താണ്, അപ്പൊ ദിലീപിന് കൊടുക്കാനുള്ള ഇത് കിട്ടി, പിന്നെ കാവ്യമാധവന് കിട്ടാനുള്ളതും കിട്ടി, ആ 2 മരുന്ന് കിട്ടി. ഇനി എനിക്ക് അതിജീവിതയോട് പറയാനുള്ളത്, അപ്പൊ ദിലീപിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ കാവ്യമാധവനെ കുറിച്ച് പറഞ്ഞു. ഇനി അതിജീവിതയോട് പറയാനുള്ളത്, അതിജീവിത ഈ ആവശ്യമില്ലാത്ത ഡിപ്രഷനും ഓപ്പറേഷനും ഒക്കെ മതി മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ, ആ വ്യക്തിയുടെ കൂടെ നല്ലൊരു കുടുംബജീവിതമൊക്കെ നയിച്ച് ഹാപ്പി ആയിട്ട് പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നല്ലൊരു സിറ്റിസണായിട്ട്, മനസ്സിലായില്ലേ? ഈ ഡിപ്രഷനും അതൊക്കെ മതിയാക്കിയിട്ട് നല്ലൊരു ജീവിതം ഉണ്ടെന്നുള്ള ഭാവത്തോടെ കൂടി എന്ത് ചെയ്യുക, ജീവിച്ച് നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് നല്ല വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു കുടുംബജീവിതമൊക്കെ നയിച്ച്, മനസ്സിലായില്ലേ? പിന്നെ അതായത് പാട്ടിലേക്കോ മിമിക്രിയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും നല്ല നല്ല സ്കിൽസ് ഉണ്ടല്ലോ, അതിലേക്കൊക്കെ മനസ്സ് പിന്നെ വഴിതിരിച്ചു വിട്ട് ഈ ഒരു ചിന്തയെ മാറ്റിക്കഴിഞ്ഞാൽ, ഈ ചിന്തയെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാരങ്ങളൊക്കെ നീങ്ങിപ്പോകും, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഫോർ ബദനിഹൻ കാൾഡ് ലിബർട്ടി, അപ്പൊ ആ സബ്ജക്ട് അതവിടെ തൽക്കാലം നിൽക്കുകയാണ്. അപ്പൊ അതാണ് എനിക്ക് അതിജീവിതയോട് പറയുന്നത്, മനസ്സിലായില്ലേ? പിന്നെ സമയം കിട്ടുമ്പോൾ അതിജീവിതം എപ്പോഴെങ്കിലും വരെയാണ്. ഇപ്പൊ പിണറായി വിജയന്റെ വീട്ടിൽ പോലുള്ള സമയം കിട്ടിയത്, മനസ്സിലായില്ലേ? എപ്പോഴെങ്കിലും പിന്നെ ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ ഫോർ ബദനിഹൻ കാണുമ്പോഴേ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ ജഗതി വഴിയോ പാങ്ങോട് വഴിയോ കയറി തിരുമല ജംഗ്ഷനിൽ വരിക. തിരുമല ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് സന്തോഷത്തിനുള്ള എന്താണ് പിന്നെ അതായത് നീതിപരമായിട്ട് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല മെഡിക്കൽ സ്റ്റോർ ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത്തിരി മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന നല്ല ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്ത് നല്ല അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഇവിടെ വന്ന് അങ്ങനെയുള്ള സന്തോഷം അനുഭവിക്കുന്നവർ, അവരുടെ സാമീപ്യം, അതായത് പിതാവിനെ പോലെയോ മാതാവിനെ പോലെയൊക്കെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവരുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് തൊട്ടടുത്തൊരു നല്ല മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് കഴിഞ്ഞ കാലങ്ങളൊക്കെ എന്ത് ചെയ്യും, സ്വപ്നം പോലെ പോയി വരിക. ആരോടും പറഞ്ഞിട്ടൊന്നും വരണ്ട. പിന്നെ ഒരു സസ്പെൻസ് പോലെ, ഒരു സർപ്രൈസ് പോലെ, മനസ്സിലായില്ലേ, അങ്ങ് വന്നാലും മതി. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം തന്നെ കണ്ടില്ലേ, നല്ല കച്ചവടക്കാര്, പിന്നെ അത് ഇത് ഹോട്ടല്, അത് അങ്ങനെയൊക്കെ എത്ര ആളുകളാണ് വരുന്നതെന്നറിയും. പിന്നെ ഞാൻ നിൽക്കുന്നതിന്റെ അടുത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. അവിടെ കിട്ടാത്ത മെഡിസിൻ തന്നെ കുറവാണ്. എന്തിന്? കാബോടൊപ്പം ഉണ്ടെങ്കിൽ അവിടെ കസ്തൂരി കൽപ്പാമൃതം വരെ ഉണ്ട്. മനസ്സിലായില്ലേ? അവിടെ കിട്ടാത്ത മെഡിസിൻ തന്നെ അവരെ പുകഴ്ത്തി പറയുന്നതല്ല, അത്യാവശ്യത്തിനെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ ചിരിക്കാനൊക്കെ കഴിവുള്ള നമ്മുടെ ഒരു ചേട്ടനെ കൂടെയുണ്ട്. പേരിപ്പോ പറയുന്നില്ല, വന്ന് അനുഭവിച്ചു നോക്കുക. അതുകൊണ്ട് ട്രിവാൻഡ്രം മോശമൊന്നല്ല. അതുപോലെ തന്നെ അങ്ങനെ എന്തെല്ലാം സന്തോഷിക്കാൻ നല്ല വകകളുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് അതിജീവിതം ഈ ഡിപ്രഷനും ഒപ്രഷനും ഒക്കെ മതിയാക്കിയിട്ട് നല്ല പിന്നെ മനുഷ്യരോടുള്ള സഹവാസം അതിപ്പോഴും ഉണ്ടെന്നറിയാം. എങ്കിലും ഇവിടെയും കുറെ നല്ല മനുഷ്യരുണ്ട്. അവരുടെ കൂടെ എന്ത് ചെയ്യുക, കടന്നു വരിക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ജിഹാദികൾക്ക് കൊടുക്കാനുള്ള മറുപടി വേറെ ഉണ്ട്. പുള്ളിങ് ഡോൺ സ്ട്രോങ് ഹോൾസ്, മനസ്സിലായില്ലേ? തെളിവ് സേതം, മനസ്സിലായില്ലേ? 4 ബദിനിക്കും കാൾപട്ടി. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളി ഖുർആനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സനാതന ധർമ്മത്തെയും അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഹിന്ദു പുരാണം, വിഷ്ണുവിന്റെ ഒക്കെ കാര്യങ്ങൾ. അതായത് എനിക്ക് വിഷ്ണുവിനോട് മനസ്സിലായില്ലേ, ചില കാര്യങ്ങൾ ക്രിറ്റിസിസം എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ സനാതന ധർമ്മ പിന്നെ ക്രിറ്റിസിസം. പണ്ട് ഈ ബ്രാഹ്മണന്മാർ ഇവിടെ എന്തൊക്കെയാണ് മേൽക്കോയ്മകൾ ചെയ്തിരുന്നെന്നും ഇവിടുത്തെ പിന്നെ ചില ആളുകളെ കീഴാളരായിട്ടൊക്കെ കരുതിയപ്പോൾ അവർക്ക് നേരിട്ടതായിട്ടുള്ള ചില പീഡനങ്ങളും അവഗണനകളും പിന്നെ ആ സമയത്ത് മനുഷ്യർ അനുഭവിച്ച കഷ്ടപ്പാടുകളും, അതുപോലെ ജിഹാദികള് പണ്ട് ഇവിടെ ദേശത്ത് ചെയ്ത ചില ദ്രോഹങ്ങളും, അതുപോലെ തന്നെ അതിന്റെ ഫലമായിട്ട് ജിഹാദികൾ ചെയ്ത ദ്രോഹങ്ങളും, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഫലമായിട്ട് പിന്നെ ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും മുസ്ലിങ്ങളല്ലാത്തവരെ അനുഭവിച്ച പങ്കപ്പാടുകളും കഷ്ടപ്പാടുകളും, പിന്നെ സനാതന ധർമ്മം എന്ന് പേരുള്ള ഒരു കൂട്ടം കുറെ വൈറ്റ് കോളർ ആളുകളും, ബ്രാഹ്മണന്മാർ മാത്രമാണ് കൊള്ളാം, മറ്റവർ ഈഴവർ, മറ്റത് ബ്രഹ്മാവിന്റെ മുതുകത്തു നിന്നുണ്ടാവരും, ബ്രഹ്മാവിന്റെ കൊടലിൽ നിന്നുണ്ടാവരും, ബ്രഹ്മാവിന്റെ വയറ്റിൽ നിന്നുണ്ടാവരും എന്ന് വേണ്ട എന്റെ പൊന്നെ. പിന്നെ ചണ്ടാളന്മാർ കാലിൽ നിന്നുണ്ടായവരും എന്ന് വേണ്ട. അതൊക്കെ ഇനി പിന്നാലെ വരുന്നുണ്ട്. അവർക്കുള്ള മരുന്നുകളൊക്കെ വേറെ വരുന്നുണ്ട്. അപ്പൊ ദിലീപ് പിന്നെ മനസ്സിലായില്ലേ, പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് രക്ഷയ്ക്ക് സമയമുണ്ട്. മനസ്സിലായില്ലേ? ദിലീപിന്റെ ബോഡിയിൽ ദിലീപിന്റെ ആത്മ ഉള്ളിടത്തോളം കാലം ദിലീപിന്റെ രക്ഷയ്ക്ക് അവസരമുണ്ട്. ഇനിയെങ്കിലും മനസ്സ് ഒന്ന് റിട്ടേൺ ചെയ്ത് അനുദപിച്ച് പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ്, മനസ്സിലായില്ലേ? ഇയാൾ കാണിച്ചു കൂട്ടിയത് വലിയൊരു അപരാധമാണ്. മനസ്സിലായില്ലേ? ഇയാൾ കാണിച്ചെന്താണ് വലിയ അപരാധമാണ്. സഹോദരിയായിട്ട് കാണേണ്ട, ഒരു അനിയത്തിയെ പോലെ കാണേണ്ട ഒരു പെൺകൊച്ചിനെ മനസ്സിലായില്ല ഈ രീതിയിൽ ആക്കിയതിൽ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ഒരു പ്രതിഷേധമുണ്ട്. തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ കാവ്യമാധവനാണ് ഈ മനുഷ്യൻ ഇത്രയിട്ട് വഷളാക്കിയത്. മര്യാദയ്ക്ക് ആദ്യ ഭർത്താവിന്റെ കൂടെ ജീവിച്ച് ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ള അർത്ഥം ജീവിച്ചിരുന്ന ഈ ഒരു പങ്കപ്പാട് വരില്ലായിരുന്നു. അതുകൊണ്ട് കാവ്യയോടുള്ള പ്രതിഷേധം അറിയിക്കുന്നു. നിങ്ങൾ കൊച്ചി സിനിമയിൽ, കൊച്ചി മെട്രോ എന്ന് പറഞ്ഞ ഏതൊരു സിനിമയിൽ കാവ്യമാധവൻ എന്തോ MBBS ഡോക്ടറോ പിന്നെ ദിലീപ് എങ്ങാണ്ടോ ഓട്ടോ ഡ്രൈവർ എങ്ങോണ്ടായിരുന്നു. മനസ്സിലായില്ല? അതൊക്കെ സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു കൊച്ചി മെട്രോ അങ്ങനെ ഏതൊരു സിനിമയാണ്. അതില് പിന്നെ ദിലീപ് ഓട്ടോ ഡ്രൈവറോ കാവ്യമാധവൻ ഏതോ MBBS സ്റ്റുഡന്റോ അങ്ങനെയൊക്കെയാണ്. പിന്നെ നിങ്ങളുടെ ബന്ധം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആളിയം വന്ന് സിനിമയുടെ കഥയാണ് പറയുന്നത്. പിന്നെ സ്റ്റണ്ട് മറ്റത് മറിച്ചത്, അവസാനം ദിലീപിന്റെ കൈയൊടിയുന്നു, പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇതായതിനു ശേഷം കാവ്യക്ക് ഒരു ഇത് തോന്നുന്നു. അതൊക്കെ സിനിമയാണ്. പക്ഷെ റിയൽ ലൈഫിൽ കാവ്യയുടെ ഹസ്ബൻഡ് ആരല്ല, ദിലീപല്ല. അത് നിശാൽ എന്ന് പറഞ്ഞ ബാങ്ക് ഓഫീസറാണ്. മനസ്സിലായില്ലേ? ആ പഴയ കുടുംബജീവിതം അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു. മനസ്സിലായില്ലേ? എടാ, ഒരു ഏക ഭാര്യ ഏക ഭർത്താവ്, അതാണ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് സമൂഹം അംഗീകരിക്കുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായില്ലേ? ഒന്നുമില്ല കഥയിലെങ്കിലും രാമന്റെ സീതയുടെ കഥയെങ്കിലും വായിച്ചിട്ടുണ്ട്. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. അപ്പം ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ ജീവിക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ 58 വയസ്സായി ദിലീപിന് അല്ലേ. അപ്പൊ മര്യാദയ്ക്ക് നിങ്ങൾക്കൊരു മോളുണ്ട് അല്ലേ, അവളെ ഒരുത്തന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കണം. അതുകൊണ്ട് ഈ ഗുണ്ടായുസവും ചക്രായുസവും പിന്നെ സൈക്കിൾ ചെയിനിസവും പൾസറും SD-യും ഹീറോ ഹോണ്ടയൊക്കെ പിന്നെ മനസ്സിലായി ആവശ്യമില്ലാത്ത ഈ തരികിടയൊക്കെ മതിയാക്കിയിട്ട് നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ആളുകളോട്ട് സംസർഗം കൂടുക, പിന്നെ അതുപോലെ തന്നെ റോങ് ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുക. മനസ്സിലായി? ക്രൈസിസിന്റെ കൃപയിൽ ആശ്രയിക്കുക. ഇനി നമുക്ക് പിന്നെ ഇസ്ലാം മതത്തിലെ ചില കാര്യങ്ങൾ, ചില ക്രൂരതകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഞാൻ ആദ്യം അവിടെ ഒന്ന് ഇരുന്നോട്ടെ. 4 ബദിനിക്കും കാൾപട്ടി ഈ സബ്ജക്ട് തൽക്കാലം ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എങ്കിലും അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ സബ്ജക്റ്റിന് തുടരും.
അതിൽ തന്നെ ഒരു അലിഗോറി എന്ന് പറയും പോലെ മറ്റൊരു കാര്യം, ഖുറാനകത്ത് എന്താണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന ഖുറാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതിനെ കുറച്ച് വിമർശിക്കാം. അപ്പം സദ്യ കഴിയുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ ഇഞ്ചിക്കറിയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നാട്ടിലോട്ട് വയ്ക്കുമ്പോൾ കുറച്ച് എരി വേണം. അതുപോലെ കുറച്ച് സദ്യയുടെ അവസാനം വിളമ്പാൻ വേണ്ടി എന്ത് ചെയ്തു ബാക്കി വെച്ചതാണ്. അപ്പൊ അതും കൂടെ പുള്ളിങ് കൊളസ്ട്രോൾസ് നമുക്ക് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അടുത്ത ഭാഗം, ഇപ്പൊ തൽക്കാലം ഈ വിഷയം ഞാൻ ഇവിടെ നിർത്തുകയാണ്. പക്ഷെ എങ്കിലും മനസ്സിലായില്ലേ ഇതിന്റെ ഇസ്ലാം മതം എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത്ര അതായത് ഒരു അഗ്രസീവ് മതമായിട്ട് മാറുന്നത്. ഇതിപ്പോ ദിലീപിന് കൊടുക്കാനുള്ള ആൻസറായി, അതുപോലെ കാവ്യമാതാനുള്ളതുമായി. ഇനി അടുത്ത മരുന്ന് ഇനി തുടരും. ഇതുകൊണ്ട് തീർന്നൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. ഇത് ലൈവാണ്, പുള്ളിങ് ഡൊണസ്റ്റോൺസ്. ഇനി അല്പം നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലായില്ലേ, ഒരു മിനിറ്റ്. പുള്ളിങ് ഡൊണസ്റ്റോൺസ് നമുക്ക് ഇസ്ലാം മത വേണമെങ്കിൽ ഈ ജംഗ്ഷനൊക്കെ ഒന്ന് കണ്ടോളൂ. കാറോ ബസ്സോ സ്കൂട്ടറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോളൂ. പുള്ളിങ് ഡൊണസ്റ്റോൺസ് തകട്ടി നോക്ക്. ഇങ്ങോട്ടോ ഫോർബദനിഹൻ കാൽവട്ടി, ഇങ്ങോട്ട് വാ. ഫോർബദനിഹൻ കാണ്ടർ ഇങ്ങോട്ട്. ഇതെല്ലാം തെളിവ് ചെയ്തോണേ കേട്ടാ, തെളിവ് ചെയ്തോ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഖുർആൻ 3:28 വായിക്കുമ്പോൾ സത്യവിശ്വാസികളല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കിക്കരുത്. അപ്പൊ നോക്ക് എത്രമാത്രം ഉടായ്പാണെന്ന് നോക്കുന്നത്. അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം വേണ്ട, അള്ളാഹുമായവന് യാതൊരു ബന്ധമല്ല. അപ്പൊ ഇത് എങ്ങനെ ഒരു സെക്യുലർ മതം? ഇത് ആവശ്യം പണ്ടത്തെ കാലത്ത് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് 80s 90s മനുഷ്യനെ പറ്റിക്ക് എളുപ്പമായിരുന്നു. അപ്പൊ ദിലീപിന് കൊടുത്ത മറുപടി പോലെ തന്നെ ഞാൻ ഒരു സനാതന ധർമ്മ ക്രിറ്റിസൈസറുമാണ്, അതുപോലെ തന്നെ ഇസ്ലാം മത വിമർശനമാണ്. മാത്രമല്ല ഞാൻ LLB പണ്ട് 2002 കഴിഞ്ഞിട്ടുണ്ട്. കോടതിയിലാണെങ്കിൽ അവതരിപ്പിക്കേണ്ട രീതിയിൽ കോടതിയെ ബഹുമാനിച്ചുകൊണ്ട്, എന്നാൽ നമുക്ക് ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും കറക്ഷനാണ് ജഡ്ജിമാരെ കറക്റ്റ് ചെയ്യുക. ജഡ്ജിമാരും റോബോട്ടൊന്നുമല്ല, അവരും ശ്വാസമുള്ള മനുഷ്യരാണ്. ഈവൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണെങ്കിൽ അവർ കേവലം ബാറ്ററി കൊണ്ട് ഓടുന്ന ഏതെങ്കിലും റോബോട്ടുകളല്ല, അവർ മനുഷ്യരാണ്. അപ്പൊ തെറ്റുകുറ്റങ്ങൾ വരാം. ഒരു ജഡ്ജിമെന്റിൽ എന്തെങ്കിലും ഇറേഴ്സ് വന്നു കഴിഞ്ഞാൽ പൗരന്മാരാണ് എന്ത് ചെയ്യേണ്ടത്? പോസിറ്റീവ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിൽ കൂടെ കാണിച്ചു കൊടുക്കേണ്ടത് അവരാണ്. ഒരാൾ നമ്മൾ വിമർശിക്കാൻ ഓർത്തോണം. പോസിറ്റീവ് വിമർശനമാണെങ്കിൽ നമുക്ക് അതിന്റെ പിന്നിൽ എന്തുണ്ട്? നല്ല വളർച്ചയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ അമ്മ പറയുന്നത്, ഇപ്പോഴാണ് അവിടെ വെട്ടി കയറി വരുന്നത് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് മോനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത്. മഴ പെയ്യുമ്പോൾ കുട എടുക്കണം എന്ന് പറയുന്നത് സ്നേഹമില്ലാഞ്ഞിട്ടാണ്. മഴ പെയ്ത് ജലദോഷം വന്ന് രാത്രി നാട്ടുകാർക്ക് സൗകര്യം കൊടുക്കാതെ കക്കാന്ന് ചുമച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ആർക്കാണ് ദോഷം? ശ്വാസം മുട്ട ആർക്കാ വരുന്നത്? അമ്മയ്ക്കല്ലല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു അനർത്ഥം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആര് ചെയ്യുന്നത്? അമ്മയും അച്ഛനും ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? വഴക്ക് പറയുന്നു. അതുപോലെ മോനെ ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, നാളെ പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ചിലപ്പോൾ അതിന്റെ പിന്നിൽ എന്തെങ്കിലും മനസ്സിലായില്ലേ? അത് പോസിറ്റീവായിട്ട് ആ ക്രിറ്റിസിസത്തെ എടുക്കുക. ഒരാൾ പണ്ട് ബാലേന്ദ്രൻ പറയുമ്പോൾ ഒരാൾ വഴക്ക് പറയാനുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാനും നമ്മളെ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ മതം എത്രമാത്രം നേരെ മറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക, നിന്റെ സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നാണ് ബൈബിൾ പറയുന്നത്. ഖുർആൻ എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. സൂറ 5:10 വായിക്കുക, സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്തിക്രിസ്തുവിനെ തേടി റോമിലോ പിന്നെ പോളണ്ടിലോ, പണ്ട് ശ്രീനിവാസം പറഞ്ഞല്ലോ പോളണ്ടിനെ കുറിച്ച് മാത്രം എന്നോട് പറയില്ല. അതെന്താ പോളണ്ടിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ അന്തിക്രിസ്തുവിനെ തേടി നിങ്ങൾ ഒരിടത്തും റോമിലോ പിന്നെ യൂറോപ്പിലൊന്നും കറങ്ങിടക്കേണ്ട കാര്യമില്ല. ഇവിടെ തൃക്കണ്ണാരം ജംഗ്ഷനിലും ഉണ്ടേ, തിരുമല ജംഗ്ഷനിലുണ്ടേ അന്തിക്രിസ്തു. നോക്കാം അങ്ങോട്ട്, അതാണ് അന്തിക്രിസ്തു. ആളുകൾ ബോംബ് വെച്ചും ബെൽറ്റ് ബോംബ് വെച്ചൊക്കെ കൊല്ലുന്ന ഈ മതമാണ് അന്തിക്രിസ്തു. ഡാനിയൽ കൂടെയും വെളിപ്പാടിൽ കൂടെയൊക്കെ തെളിയിച്ചത്. ഇനി ഖുർആൻ 5:10 വായിക്കും. നമ്മൾ മതങ്ങളെ വിമർശിക്കുന്ന ആളും കൂടെ. ദിലീപിന് മറുപടി മാത്രമല്ല കൊടുക്കുന്നത്. സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും മനസ്സിലായില്ലേ? യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. ഫോർബദനിഹൻ കാൽബട്ട് ഇങ്ങോട്ടും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൂറ 5:50 വായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താൻ. അപ്പൊ കണ്ടോ, അന്യമത വിദ്വേഷം. അതാണ് ഈ പുസ്തകം എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിളമ്പുന്നത്. മനസ്സിലായില്ലേ? ഇനി സൂറ 9:5 പറയുന്ന എന്താണ്? അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക. മനസ്സിലായില്ലേ? ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊല്ലുക എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? സൂറ 9:5 അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. എങ്ങനെയുണ്ട്? ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന വശം അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. എങ്ങനെയുണ്ട്? ഇത് നമ്മൾ VD സതീശൻ പറയും പോലെ പിണറായി വിജയൻ പറയും പോലെ അല്ല, നമ്മൾ തെളിവ് സഹിതമാണ്. പിന്നെ ഈ ഇങ്ങനെയുള്ള ഒരു കാര്യം വിമർശിക്കുമ്പോഴും
നമ്മൾ തെളിവ് സഹിതം മറ്റുള്ളവരൊക്കെ ആദ്യം പറയുന്നു, മറ്റ് യൂട്യൂബേഴ്സ് എങ്ങനെ പറയുന്നു, അതുപോലെ പുസ്തകത്തിനകത്ത് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മൾ കൊടുത്ത പരീക്ഷ അപേക്ഷ ഫോമൊക്കെ സ്ക്രൂട്ടിനി ചെയ്യും പോലെ, അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ്, ഒരു ഇലക്ഷൻ കാൻഡിഡേറ്റ് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ സ്ക്രൂട്ടിനി എന്നൊരു പരിപാടിയുണ്ട്. അതുപോലെയൊക്കെ നമ്മൾ സ്ക്രൂട്ടിനി ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ കഴിവതും ഇറക്കാറുള്ളൂ. ലൈവിൽ ചുമ്മാ വരത്തില്ല. KJ യേശുദാസ് അങ്കിൾ പോലും പാട്ട് പറഞ്ഞത് ആദ്യം ട്രാക്കിൽ പോയി ആ പാട്ട് തന്നെത്താനൊന്ന് പാടി നോക്കും. എന്നിട്ട് KJ യേശുദാസ് അങ്കിൾ പോലും എന്ത് ചെയ്യാറുള്ളൂ, KS ചിത്ര ആന്റി അതുപോലെ അങ്ങനെ ചെയ്തിട്ടേ പാട്ട് പാടാറുള്ളൂ. അതുപോലെ നമ്മൾ ദിലീപിനും കാവ്യമാധവനെതിരെ വീഡിയോ ഇറക്കുമ്പോൾ മറ്റ് യൂട്യൂബേഴ്സ് എങ്ങനെ പറയുന്നോ നോക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് 9:5 പറയുന്നുണ്ടോ, അപ്പൊ എന്തുമാത്രം ഉടായ്പാണ് നോക്ക്. 4 ബദനി കാർഡർ ലിബർ. പിന്നെ ഇവിടെ നമുക്ക് 9:123 സൂറ 9:120 എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. എങ്ങനെയുണ്ട്? അവർ നിങ്ങൾ രൂക്ഷത കണ്ടെത്തണം. ചുമ്മാതെയാണോ വലിയുള്ള ഷാ ബേക്കറിയിലുള്ള അവരൊക്കെ എങ്ങനെ പെരുമാറുന്നു? പണ്ട് നമുക്കത് അറിഞ്ഞുകൂടായിരുന്നു. 2020 കോവിഡ് വരുന്നതിന് അറിഞ്ഞുകൂടായിരുന്നു. എന്നിട്ട് അവിശ്വാസികൾ, അതായത് നോൺ മുസ്ലിംസ് കൊടുക്കുന്ന ധനത്തിനെ അവര് ജിഹാദി ആയുധങ്ങൾ സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നുകളയരുത്. സത്യവിശ്വാസികൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവരിൽ നിങ്ങൾ രൂക്ഷത കണ്ടെത്തണം. ഇനി 9:73 ജിഹാദ് നടത്താൻ പറയുന്നുണ്ട്. 9:73 എന്ത് പറയുന്നുണ്ട്? ജിഹാദ് നടത്താൻ പറയുന്നത്. കാണൽപട്ടി. ഒരു മിനിറ്റ്. 9:71 നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ജിഹാദ് നടത്താൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ചിന്തിച്ച ഒരു കാര്യം നോക്കാം. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളുടെ രൂക്ഷത കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇനി 9:73 വായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സൂറ 9:73 പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൂറ 9:73 എന്താണ് പറയുന്നത് നോക്കാം. ഒരു മിനിറ്റ്. അതായത് നബിയെ സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുകയും കണ്ടോ. അപ്പൊ സത്യനിഷേധികൾ എന്നിവിടെ പറയുന്നത് നോൺ മുസ്ലിംസിനെ കുറിച്ചാണ്. അതുപോലെ കപടവിശ്വാസികൾ എന്ന് വെച്ചാൽ മുനാഫിക്കുകൾ. ഒരിക്കൽ ഇസ്ലാം മതം വന്നിട്ട് യുക്തിവാദികളായാലും എക്സ് മുസ്ലിം ആയവരെ പറ്റിയാണ് എന്ത് പറയുന്നത്, കപടവിശ്വാസികൾ എന്ന് പറയുന്നത്. അവരോട് സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവർക്കുള്ള സങ്കേതം നരകം അത്രേ പോലും. ഇനി 66:9 എന്ന് പറയുന്നു, ഓ നബി സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും നീ സമരം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക, അവരുടെ സങ്കേതം നരകമാകുന്നു എന്ന് പറയുന്നത്. മനസ്സിലാകുന്നു. നേരെ മറിച്ച് നമ്മുടെ ക്രൈസ്റ്റ് ജീസസ് എന്താ പറയുന്നത്, നിന്റെ അയൽക്കാരന്, നിന്റെ അയൽവക്കക്കാരന്, നിന്റെ അടുത്ത് താമസിക്കുന്ന ആളിന്, നിന്റെ അപ്പുറത്ത് താമസിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകാരന്, അല്ലെങ്കിൽ നിന്റെ അപ്പുറത്തുള്ള കടക്കാരനെ നീ എങ്ങനെ സ്നേഹിക്കണം? നിന്നെ പോലെ തന്നെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അഥവാ അവന് കഴിക്കാനില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? രണ്ടുപേരും കൂടെ ലഞ്ച് ഷെയർ ചെയ്യാം. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്സ്. ഇപ്പൊ ഒരു കട നടത്തുന്ന ആൾ കട നടത്തിക്കൊണ്ടിരിക്കുന്ന അപ്പുറത്തെ കടക്കാരന് വരുമാനം കുറവാണ്. അപ്പൊ എങ്കിൽ 2 കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോട്ടെ, അപ്പുറത്തോട്ട് പോകണം, ഇവിടെ ചില സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ സഹായിക്കാം. മനസ്സിലായില്ലേ? അല്ലാതെ ഉള്ളതെല്ലാം നമ്മൾ മാത്രം തന്നു കഴിഞ്ഞാൽ പിന്നെ ചുമ്മാതാണ് ചിലർക്ക്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായില്ലേ, മറ്റുള്ളവരെ സഹായിക്കാം. നിങ്ങൾക്ക് ആർക്കും ഗ്യാസ് വരാതിരിക്കട്ടെ. മനസ്സിലായി? മറ്റുള്ളവർക്കും കൂടെ കൊടുത്തു കഴിക്കാൻ ശ്രമിക്കുക. ഓ നബി സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും നീ സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക, അവരുടെ സങ്കേതം നരകമെന്ന്. എങ്ങനെയുണ്ട്? കൊള്ളാം. ബൈബിൾ പറയുന്നത് എന്താണ്? ഭൂമിയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മാത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പിന്നെ പറയുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് പറയുന്നത്. മനസ്സിലായി? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ ഘടകവിരുദ്ധമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രേക്ഷകർ മനസ്സിലാക്കുക ഏതാണ് സത്യം എന്നുള്ളത്. ഫോർ ബദനി കാർഡറിനെ പറ്റി മനസ്സിലായില്ലേ? പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. എന്നാൽ അവർ വൺ ലോർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്താണ് പറഞ്ഞത്? മേരി ആജ്ഞ യഹോവയ്ക്ക് ജൈസാ മേംനെ തുംസെ പ്രേം രഖ വൈസാ ഹി തും ഹി ഏക് ദൂസരെ സെ പ്രേം രഖോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാവുന്നു എന്റെ കൽപ്പന. അതുപോലെ തന്നെ ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. അതായത് നമ്മൾ ഇങ്ങനെ പറയാം, മേരി ആജ്ഞ യഹോവേ ഈ ജൈസാ മേംനെ തുംസെ പ്രേം രഖ വൈസാ ഹി തും ഹി ഏക് ദൂസരെ സെ പ്രേം രഖോ എന്നാണ് ഹിന്ദി വായിക്കുന്നത്. മനസ്സിലാവുന്നത്? ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് മൈ കമാൻഡ്മെന്റ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. മലയാളത്തിൽ വായിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാണ് എന്റെ കൽപ്പന. അപ്പൊ നിങ്ങൾ തന്നെ പറ, പ്രേക്ഷകർ തന്നെ പറ. മനസ്സിലായി? അപ്പൊ ദിലീപിനുള്ള ആൻസറും തൽക്കാലമായി, കാവ്യമകളുള്ള ആൻസറും തൽക്കാലമായി, പിന്നെ അതുപോലെ തന്നെ ജിഹാദികൾക്കുള്ള ആൻസറും തൽക്കാലമായി. മനസ്സിലായി? അപ്പൊ തൽക്കാലം ഞാൻ വീഡിയോ ഇവിടെ കൊണ്ട് പിന്നെ ഇന്നത്തേക്ക് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത തവണ കാണുന്നവരെ മനസ്സിലായില്ലേ? ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ലോകത്തിന്റെ പല ഭാഗത്തും പല സമയമാണെന്ന് അറിയാം.
എങ്കിലും ഇന്ത്യയിൽ വസിക്കുന്നവർക്ക് എന്തായിരിക്കും? ഗുഡ് നൈറ്റ് ആയിരിക്കും. അമേരിക്ക വസിക്കുന്നവർക്ക് ഇപ്പൊ ഗുഡ് മോർണിംഗും കഴിഞ്ഞ് ഏതാണ്ട് നിങ്ങൾ ബ്രഞ്ച് കഴിക്കുന്ന സമയമായിരിക്കും. എന്താണ് ബ്രഞ്ച്? ബ്രേക്ക്ഫാസ്റ്റിന്റെ ബ്രായും ലഞ്ചിന്റെ ഇഞ്ചും കൂടെ ചേരുമ്പോഴാണ്, ഇഞ്ചിയല്ല ഇഞ്ച്, അതാണ് ബ്രഞ്ച്. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ സാധാരണ ഇതിലൊക്കെ നമ്മൾ 11:30 കഴിക്കുന്ന ബ്രഞ്ച് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ ബ്രായും ലഞ്ചിന്റെ ഇഞ്ചും കൂടെ ചേരുമ്പോൾ ബ്രഞ്ച്. നമ്മൾ പാർസലൊക്കെ അടുത്തൊരു സ്ഥലമുണ്ട്, ഇഞ്ചി വിള എന്ന് പറയും, കളിക്ക് വിളയ്ക്ക് മുമ്പുള്ള സ്ഥലം, അത് ഇഞ്ചി വിള, ഇത് ബ്രഞ്ച് വിള. മനസ്സിലായി? അപ്പം ചിലർക്ക് നമുക്ക് എന്താ പറയാം, ഹാപ്പി ബ്രഞ്ച് എന്ന് പറയാം, ചിലർക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാം, ചിലർക്ക് ഗുഡ് നൈറ്റ് എന്ന് പറയാം, ചിലർക്ക് ഗുഡ് ഈവനിങ് എന്ന് പറയാം, ഇനി ചിലർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം, ചിലർക്ക് ഹാപ്പി ഡെലിവറി എന്ന് പറയാം, ചിലർക്ക് ഹാപ്പി മാരേജ് എന്ന് പറയാം, ചിലർക്ക് ഹാപ്പി സ്വിഗ്ഗി ഡെലിവറി എന്ന് പറയണം, ചിലർക്ക് ഹാപ്പി സിംഗ് എന്ന് പറയണം. അത് ഓരോരുത്തരെ, അതായത് എയിൻസ്റ്റീന്റെ തിയറി പറയുമ്പോൾ എന്താണ്, റിലേറ്റീവാണ്, അതായത് ആദേശികമാണ്. അപ്പൊ എന്തായിരുന്നാലും ഞാൻ ഈ വീഡിയോ ഇതുവരെ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോയിൽ എന്നെ കേട്ടുകൊണ്ടിരുന്നു. ഈ വീഡിയോ ലൈവ് തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറും സംതിങ് ആയി. മനസ്സിലല്ലേ? ഏകദേശം 1 മിനിറ്റ് നോക്കിയിട്ട് പറയാം. 1 മണിക്കൂറും 5 മിനിറ്റും 41 സെക്കൻഡും കഴിഞ്ഞു. മനസ്സിലായി? അപ്പൊ ദിലീപിനും കാവ്യമാധവനുള്ള മറുപടിയായി, അതുപോലെ ജിഹാദികൾക്കുള്ള മറുപടിയായി, ഇനി അതുപോലെ സനാതന ധർമ്മികൾക്കുള്ള മറുപടി വേറെയുണ്ട്. മനസ്സിലായില്ലേ? ഇവരാരും എന്റെ കുഞ്ഞമ്മയുടെ വലിയമ്മയുടെ മക്കളും അല്ല. അതുകൊണ്ട് വെട്ടൊന്ന് കണ്ട 368 പോയിന്റ് സംതിങ് അല്ലെങ്കിൽ 475. മനസ്സിലായി? പിന്നെ ഞാൻ ഒരു സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം LLB കഴിഞ്ഞു. അതുകൊണ്ട് ഇവരാരും താങ്ങേണ്ട കാര്യവും ഇല്ല. അവരുടെ ഒന്നും ചിലവിലല്ല ഞാനും കഴിയുന്നത്. ഫോർ ബദനി കൾവെട്ടി. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയും. പിന്നെ അതുപോലെ തന്നെ പിന്നെ കീഴ്ക്കോടതിക്കാളും വലുതാണ് ഏതാണ്? ഹൈക്കോടതി, സുപ്രീം കോടതി. അപ്പൊ കീഴ്ക്കോടതി എന്ന് പേര് തന്നെ അർത്ഥമാണ് അതിന്റെ മീതെ എന്തൊക്കെ ഉണ്ടെന്നല്ല എന്റെ അർത്ഥം. അപ്പൊ ഹൈക്കോടതി, സുപ്രീം കോടതി മീതെയാണ്. ഇന്ത്യയിലെ പരമോന്നത കോടതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ്. അതിൽ തന്നെ അവരുടെ രാജ്യം എന്ന് വെച്ചാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതിപ്പോ സൂര്യകാന്തിയാണ്. അതുകൊണ്ട് കീഴ്ക്കോടതി അല്ല വലുത്, അതിനും മീതെയൊക്കെ ഉണ്ട്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമുക്ക് പറഞ്ഞ് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. നമുക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തൽക്കാലം മനസ്സിലായില്ലേ, നിർത്തുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. നൗ മേ ദി ലോർഡ് ഓഫ് പീസ് ഹിംസെൽഫ് ഗിവ് പീസ് ആൾവേസ് ഇൻ എവരി വേ. ദി ലോർഡ് ബി വിത്ത് യു ആൾ എന്ന് നമുക്ക് ചിന്തിക്കാം. മനസ്സിലായി? ദി ലോർഡ് ബി വിത്ത് യു ആൾ. സമാധാനത്തിന്റെ ലോർഡായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകട്ടെ. ലോർഡ് നിങ്ങളോടുകൂടി എന്താണ് ആസ് വി പീസ്. നാം ഇനി അടിമത്തിൽ കൂടി വരുത് പുള്ളിംഗ് ഡോൺ സ്റ്റോൺസ്. നാം ഇനി അടിമത്തിൽ കൂടി വരുത് സമാധാനത്തിന്റെ കർത്താവൻ. ദൈവം കൺഫ്യൂഷന്റെ ദൈവമല്ല. പ്ലീസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ലിബർട്ടി ഓഫ് ദി ക്രൈസ്റ്റ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് entangled again the yoke of ദൈവം കൺഫ്യൂഷന്റെ ദൈവമല്ല. പ്ലീസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ലിബർട്ടി ഓഫ് ദി ക്രൈസ്റ്റ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് entangled again the yoke of bondage. Pulling down stones, cancelled out imaginations. God is not the other confusion but of peace. And now may the Lord of peace himself be salvation and may the Lord be with you. സമാധാനത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവരും സകല വിധത്തിലും സമാധാനം നൽകട്ടെ. എന്താണ് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ്, അതായത് ഫോർ ബദനി കാണ്ടർ ലിബർട്ടി. നാമിനെ അടിമത്തിൽ കൂടി വരുന്നത് ലോർഡ് നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ്, വാർ എ ഗുഡ് വാർഫെയർ, ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഫോർ ബദനി കാണ്ടർ ലിബർട്ടി. നോ, നാമിനെ അടിമത്തിൽ കൂടി വരുന്നത് പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. നോ മേ ബി ഫോർ ബദനി കാൽബട്ടി. നാമിനെ അടിമത്തിൽ കൂടി വരുന്നത് അസ്രിവിസിയോ ഫോർ ബദനി കാണ്ടർ ലിബർട്ടി. അതായത് സഹോദരന്മാരെ സ്വാതന്ത്ര്യത്തിനെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. നോ മേ ദി ഗോഡ് ഓഫ് പീസ് ബി വിത്ത് യു. ഡു നോട്ട് ഫിയർ, ഡു നോട്ട് ഫിയർ. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് ഫോർ ബദനി. അതായത് സഹോദരന്മാരെ സ്വാതന്ത്ര്യത്തിനെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫോർ ബദനി കാണ്ടർ ലിബർട്ടി അസ്രി പീസ് യു. നോ മേ ദി ഗോഡ് ഓഫ് പീസ് ബി വിത്ത് യു. പുള്ളിംഗ് ഡൗൺ stand fast in liberty of the crisis ministry. No, pulling down a strongholds. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഓ റിച്ച് മാൻ ദാറ്റ് who shall deliver me from the body of this death. Now there is no more condemnation those who are in Christ Jesus. The law of the spirit of life in Christ Jesus has set me free from the law of sin and death. God is not the other confusion but of peace. Stand fast in liberty of the crisis ministry and be not entangled again with the yoke of bondage. For within even counter liberty. Now may the Lord of peace himself be always and the Lord be do not fear, do not fear. നാമിനെ അടിമത്തിൽ കൂടി വരുത്. അതായത് സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമായി സ്വതന്ത്രമാക്കി അകലിൽ ഉറച്ചിട്ട് നാമിനെ അടിമത്തിൽ കൂടി വരുത്. നൗ മേ ദി ലോർഡ് ഓഫ് പീസ് ഹിംസെൽഫ് ബി ആൾവേസ് ഇൻ എവരിവേ ദി ലോർഡ് ബി വിത്ത് യു. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾസ്. അതുപോലെ തന്നെ മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രൈസിസ് ഉള്ളവർക്ക് ശിക്ഷാവധിയിൽ ജീവന്റെ ആത്മാവിനെ പ്രമാണം ഈ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിലും ക്രിസ്ത്യസിൽ സ്വാതന്ത്ര്യം എടുത്തിരിക്കുന്നു. ഫോർ ബദനി കാൽബട്ടി. നാമിനെ അടിമത്തിൽ കൂടി വരുത്. വളരെ ഗുഡ് വാർഫെയർ, ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ദിലീപിനും കാവ്യമാധവങ്ങൾ ആൻസർ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾസ്, ഫോർ ബദനി കാണ്ടർ ലിബർട്ടി, വാർ എ ഗുഡ് വാർഫെയർ, ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്.
ആൻഡ് ബി നോട്ട് entangled again. അതായത് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി എർത്ത് ക്രൈസ്റ്റ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് entangled again the yoke of Monday. For within you can count on liberty. War a good warfare, hold faith and good conscience. ദിലീപിനും കാവ്യമാതുള്ള ആൻസർ ആയിട്ടുണ്ട്. ഫോർ ബിദിൻ യു ഹാൻ കാൾഡ് ലിബർട്ടി. മനസ്സിലായില്ലേ? പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് ഫോർ ബിദിൻ യു ഹാൻ കാൾഡ് ലിബർട്ടി. നാമിനെ അടിമത്തിൽ കൊണ്ടുവരുന്നു. നോ മേ ദി ലോർഡ് ഓഫ് പീസ് ബി ഫോർ ബിദിൻ യു ഹാൻ കാൾഡ് ലിബർട്ടി. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? സൺ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എടുത്താൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യമാകും. ഫോർ ബിദിൻ യു ഹാൻ കാൾഡ് ലിബർട്ടി. Stand fast on liberty of the crisis ministry and be not entangled again the yoke of Monday. For within you and Calvary, now may the God of peace be told, Amen, pulling down of. For within you and Calvary, liberty. Or instrument that who shall deliver me from the body of this earth. Now there is no more condemnation, those are in Christ Jesus. The law of the spirit of life in Christ Jesus has set me free. For within you and Calvary, set me free from the love of sin and of death. Or instrument that who shall deliver me from the body of this earth. Now there is no more condemnation, those are in Christ Jesus. The law of the spirit of life in body is not the other confusion but of peace. And we not entangled again the yoke of Monday. Or instrument that who shall deliver me from the body of this earth. Now there is no more condemnation, those are in Christ Jesus. The law of the spirit of life in Christ Jesus has set me free from the law of sin and death. അതുകൊണ്ട് ഇപ്പോൾ ക്രൈസിസ് ഉള്ളവർക്ക് ശിക്ഷാവധിയില്ല. ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആറ് വിടുവിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യസ് ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. ജീവന്റെ ആത്മാവിനെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് ക്യാൻസറിനോട് മെയിൻറ്റേഷൻസ് നാം ഇനി അടിമത്തിൽ പിടിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രൈസിസ് ഉള്ളവർക്ക് ശിക്ഷാവധിയില്ല. ജീവന്റെ ആത്മാവിനെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ് നാം ഇനി അടിമത്തിൽ പിടിക്കരുത്. ആശ്രയിച്ച് ജീവന്റെ ആത്മാവിനെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിനും ക്രിസ്ത്യസിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ദൈവം കൺഫ്യൂഷൻ ദൈവമല്ല വട്ട പീസ്. Or wretched that who shall deliver me from the body of this earth. Now there is no more condemnation, those are in Christ Jesus. The law of the spirit of life in Christ Jesus has set me free from the law of sin and death. Pulling down stones, the cancel or maintenance. Stand fast and liberty of the Christ Jesus ministry and be not entangled again the yoke of Monday. For within you, but now may the God of peace us peace you. Pulling down a stone also. Now may the Lord of peace himself be salvation and the Lord be with you. For within you God and liberty. What is not the other confusion but the social. Stand fast and liberty of the crisis ministry and be not entangled again the yoke of Monday. For within you God and liberty. As we peace you now, as we peace you, pulling down a stone. For within you but as we peace you now may the God of peace be with you. Amen. Pulling down a നാം ഇനി അടിമത്തിൽ കൂടി വരും. For within you and Calvary.